എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 25-ഉം 26-ഉം വാക്യങ്ങൾ വായിക്കാം. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 25-ഉം 26-ഉം വാക്യങ്ങൾ വായിക്കാം. അരുളി ചെയ്യുന്നവനെ നിരസിക്കാതിരിപ്പാൻ നോക്കുവിൻ. ഭൂമിയിൽ അരുളി ചെയ്തവനെ നിരസിച്ചവർ തെറ്റിയൊഴിയാതിരുന്നു എങ്കിൽ സ്വർഗത്തിൽ നിന്ന് അരുളി ചെയ്തവനെ നാം വിട്ടുമാറിയാൽ എത്രയധികം. അവന്റെ ശബ്ദം അന്ന് ഭൂമിയെ ഇളക്കി. ഇപ്പോഴോ ഞാൻ ഇനി ഒരിക്കൽ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കുമെന്ന് അവൻ വാഗ്ദത്തം ചെയ്തു. കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ ദിവസത്തിൽ സഭായോഗമൊക്കെ കഴിഞ്ഞ അനന്തരം ഈ സായാഹ്നത്തിൽ കർത്താവിൻ്റെ പാദപീഠത്തിൽ വീണ്ടും നമുക്കൊരുമിച്ച് ഈ മുടിയൂർക്കോണം ദേശത്ത് കടന്നു വരുവാനും ജീവനുള്ള ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാനും ദൈവസന്നിധിയിലെ സന്തോഷങ്ങളും പ്രമോദങ്ങളും അനുഭവിക്കുവാനും കർത്താവ് തന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ദർഭത്തിനായി പ്രാരംഭമായി ദൈവത്തെ സ്തുതിക്കട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ നമ്മൾ മുഴങ്കാൽ മടക്കിയ നിമിഷം മുതൽ ഇതുവരെയും വലിയവനായ ദൈവത്തിൻ്റെ അദൃശ്യമായ സാന്നിധ്യം വിവിധ നിലവാരത്തിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആത്മാവിൻ്റെ പ്രത്യാശ ഉണർത്തുന്ന മനോഹരമായ ഗാനങ്ങൾ പാടി ദൈവത്തിൽ സന്തോഷിക്കുവാനും ദൈവം നമുക്ക് ദാനമായി തന്ന ദൈവാത്മാവിൻ്റെ ശക്തിയാൽ ബലപ്പെട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവം നമുക്കൊരവസരം കൂടെ തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കണം. ഒരു കാലത്ത് പാപത്തിൻ്റെ അന്ധകാരത്തിലും ലോകത്തിൻ്റെ മോഹങ്ങളിലും വിരഞ്ഞോടിയ ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തെ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ അനാദി നിത്യതയിലെ മുൻനിർണയപ്രകാരം വിളിച്ചു വേർതിരിച്ച് സത്യത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് കൂട്ടിവരുത്തിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം നമ്മൾ ഇതിനകം പങ്കിടുകയുണ്ടായി. തുടർന്ന് നമ്മൾ വായിച്ച വേദവാക്യത്തിൽ നിന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തിരുവെഴുത്തിലൂടെ നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുവാൻ പ്രാർത്ഥനയോടെ ദൈവജനം കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കുവാൻ ഓർപ്പിച്ചുകൊണ്ട് നമ്മൾ വായിച്ച കുറുവാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കർത്താവിൽ ക്ഷണിക്കട്ടെ. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എബ്രായ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. അരുളി ചെയ്തവനെ നിരസിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. എബ്രായ ലേഖനത്തെക്കുറിച്ച് പ്രാരംഭമായി ആമുഖമായി അല്പം ചില കാര്യങ്ങൾ ചിന്തിച്ചിട്ട് ഈ വായിച്ച തിരുവെഴുത്തിലുള്ള ദൈവിക സന്ദേശത്തെക്കുറിച്ച് നമുക്ക് ദൈവാത്മാവിൽ ചിന്തിക്കാം. പരിണാമ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവായിരുന്നല്ലോ ചാൾസ് ഡാർവിൻ. പക്ഷേ ചാൾസ് ഡാർവിന്റെ ജീവിതത്തിന്റെ അന്ത്യത്തിൽ തന്റെ അടുത്തതായ വാർദ്ധക്യത്തിന്റെ അങ്ങേ തലയ്ക്കൽ നിൽക്കുമ്പോൾ തന്റെ യൗവനത്തിൽ ഹൃദയത്തിൽ അങ്കുരിച്ച ഭ്രാന്തമായ ആശയങ്ങളെ തള്ളിക്കളഞ്ഞിട്ട് സർവശക്തനായ ദൈവത്തിങ്കിലേക്ക് താൻ തിരിയുവാൻ ഇടയായി തീർന്നു. പ്രാർത്ഥനയും വചനധ്യാനവുമായി താൻ തന്റെ കുവിട്ടിൽ കഴിഞ്ഞുകൂടി ഒടുവിൽ പ്രത്യാശയോടെ ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ട ഒരു ഭക്തനായിരുന്നു ചാൾസ് ഡാർവിൻ. ചാൾസ് ഡാർവിന്റെ അന്ത്യത്തിൽ താൻ വേദഭാഗം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എബ്രായ ലേഖനം വായിച്ച് അതിന്റെ സാരാംശങ്ങൾ ഗ്രഹിച്ചിട്ട് താന് ആ പുസ്തകത്തിന്റെ പേരിട്ടു. ഇത് ലേഖനങ്ങളുടെ രാജാവ് എന്നാണ് ചാൾസ് ഡാർവിൻ ഈ ലേഖനത്തിന് കൊടുത്ത സവിശേഷമായ നാമം എന്ന് പറയുന്നത്. സത്യത്തിൽ വിശുദ്ധ പൗലോസിന്റെ 14 ലേഖനങ്ങൾ പുതിയ നിയമത്തിൽ കാണുവാൻ കഴിയുമെങ്കിലും ചാൾസ് ഡാർവിൻ ഓർപ്പിച്ചതുപോലെ ലേഖനങ്ങളുടെ രാജാവ് തന്നെയാണ് എബ്രായ ലേഖനം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസിന്റെ ബാക്കി 13 ലേഖനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ ലേഖനത്തിൽ ഇദംപര്യന്തമായി സവിശേഷമായ ഒരു ആഖ്യാന ശൈലി താൻ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നുണ്ട്. ഈ ലേഖനത്തിൽ ഉടനീളം നമ്മുടെ ശ്രദ്ധയെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വത്തെ വളരെ മനോഹരമായി ഈ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് എടുത്ത് ഉദ്ധരിക്കുന്നു. ദൂതന്മാരെക്കാളും പ്രവാചകന്മാരെക്കാളും മോശയെക്കാളും അഹരോനേക്കാളും ശ്രേഷ്ഠനായ ക്രിസ്തുവിനെയാണ് ഈ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ്
വെളിപ്പെടുത്തി കാണിക്കുന്നത് എന്ന് എബ്രായ ലേഖനം പഠിക്കുമ്പോൾ നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കണം. അത് മാത്രമല്ല, പഴയ നിയമ പ്രവാചകന്മാർ സങ്കീർത്തന പുസ്തകത്തിൽ എഴുതി വച്ചിരുന്നു, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മൽക്കീസദേക്കിന്റെ ക്രമത്തിൽ എന്നേക്കും ഒരു പുരോഹിതനായിരിക്കും. യേശു ക്രിസ്തുവിന്റെ മൽക്കീസദേക്കിന്റെ ക്രമത്തിലുള്ള പൗരോഹിത്യത്തെ ദൈവസഭയ്ക്ക് മനോഹരമായി വെളിപ്പെടുത്തി തരുന്ന ഒരു ലേഖനമാണ് എബ്രായ ലേഖനം എന്ന് കാണുവാൻ കഴിയുന്നു. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം ദൈവ കൃപയിലേക്ക് ഒരു വ്യക്തിക്ക് എപ്രകാരം പ്രവേശനം ലഭിക്കുന്നുവെന്നും, യേശു ക്രിസ്തു മുഖാന്തരം ദൈവകൃപയിലേക്ക് കടന്നു വരുന്ന ഒരു ഭക്തന് അവന്റെ ജീവിതത്തിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്, ഇതാണ് ഈ ലേഖനത്തിന്റെ സാരാംശം എന്ന് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, എബ്രായ ലേഖനത്തെ ആദ്യോടെ നമ്മൾ പഠിച്ചാൽ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്ന മറ്റൊരു യാഥാർത്ഥ്യം, ഇതിനെ ഒരു മുന്നറിയിപ്പുകളുടെ ലേഖനം എന്ന് നമുക്ക് വിലയിരുത്താം. 1-ാം അധ്യായം മുതൽ അവസാന അധ്യായം വരെയും നമ്മൾ വായിക്കുമ്പോൾ ഈ ലോകത്തിൽ ഒരു ദൈവപൈതൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുവാൻ ആവശ്യമാർന്ന ചില മുന്നറിയിപ്പുകളും ഈ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് തരുന്നത് നമുക്ക് കണ്ടെത്തുവാൻ കഴിയണം. അതിനാമുഖമായിട്ടാണ് നമ്മൾ ഈ ദിവസങ്ങളിലെ ധ്യാനത്തിന് വേണ്ടി തെരഞ്ഞെടുത്ത വേദഭാഗം നമ്മൾ വായിച്ചത്. അവിടെ വിശുദ്ധ പൗലോസ് ഇപ്രകാരം ഓർപ്പിക്കുകയാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 25, 26 വാക്യങ്ങൾ വായിക്കുമ്പോൾ വിശുദ്ധ പൗലോസ് പറയുന്നു, അരുളി ചെയ്തവനെ നിരസിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ആ വാക്യം ഒരിക്കൽ കൂടെ വായിച്ചിട്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടന്നു പോകാം. വായിച്ചു. അരുളി ചെയ്യുന്നവനെ നിരസിക്കാതിരിപ്പാൻ നോക്കുവിൻ. ഭൂമിയിൽ അരുളി ചെയ്തവനെ നിരസിച്ചവർ തെറ്റി ഒഴിയാതിരുന്നു എങ്കിൽ സ്വർഗത്തിൽ നിന്ന് അരുളി ചെയ്തവനെ നാം വിട്ടുമാറിയാൽ എത്രയധികം. അരുളി ചെയ്തവനെ നിരസിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഭൂമിയിൽ അരുളി ചെയ്തവനെ നിരസിച്ചവർ ശിക്ഷാവിധി അനുഭവിച്ചുവെങ്കിൽ സ്വർഗത്തിൽ നിന്ന് അരുളി ചെയ്തവനെ വിട്ടുമാറിയാൽ എങ്ങനെ നമുക്ക് തെറ്റി ഒഴിയുവാൻ സാധിക്കും എന്ന് വിശുദ്ധ പൗലോസ് ചോദിക്കുന്നു. ഈ ഭാഗത്ത് നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നത്, ദൈവത്തിന്റെ വചനത്തിൽ ദൈവാത്മാവ് തരുന്ന മുന്നറിയിപ്പുകളെ ഒരിക്കൽ പോലും തള്ളിക്കളഞ്ഞുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം നമ്മൾ മുന്നോട്ട് നയിക്കുന്നവരാവരുത്. ഒരിക്കലും മുന്നറിയിപ്പുകളെ തള്ളിക്കളയരുത്, മുന്നറിയിപ്പുകളെ അവഗണിക്കരുത് എന്ന് വിശുദ്ധ പൗലോസ് നമ്മെ ഓർപ്പിക്കുന്നു. കാരണം ഭൂമിയിൽ അരുളി ചെയ്തവനെ നിരസിച്ചവർ തെറ്റിവഴിയാതെ ശിക്ഷാവിധിക്ക് യോഗ്യരായി തീർന്നെങ്കിൽ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന കർത്താവ് യേശു ക്രിസ്തുവിന്റെ അരുളപ്പാടുകളെ നിരസിച്ചു കഴിഞ്ഞാൽ അവന് ലഭിക്കുവാൻ പോകുന്ന ശിക്ഷാവിധിയുടെ ആഴം എത്ര വലുതായിരിക്കും. ആ ശിക്ഷാവിധിയിൽ നിന്നും എങ്ങനെ ഒരു വ്യക്തിക്ക് തെറ്റി ഒഴിയുവാൻ സാധിക്കും എന്ന് വിശുദ്ധ പൗലോസ് ചോദിക്കുന്നു. ഇസ്രായേലിന്റെ ചരിത്രത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ദൈവം സീനായി പർവ്വതത്തിൽ ഇറങ്ങി വന്ന് ഇസ്രായേലിന്റെ പ്രവാചകനായി മോശെ മുഖാന്തരം ദൈവത്തിന്റെ ജനത്തിന് ന്യായപ്രമാണത്തെ കൊടുത്തതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. കല്ലിൽ അക്ഷരമായി ദൈവത്തിന്റെ വിരൽ കൊണ്ട് കൊത്തി എഴുതിയതായ 10 കൽപ്പനകളും ഏകദേശം 700ഓളം ഉപനിയമങ്ങളും ഉൾപ്പെടുന്നതായിരുന്നു മോശയുടെ ന്യായപ്രമാണം എന്ന് പറയുന്നത്. ന്യായപ്രമാണം ദൈവം ഇസ്രായേലിന് കൊടുത്തു. ആവർത്തന പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ 4-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ ആ ന്യായപ്രമാണം ലഭിച്ചതായി ഇസ്രായേൽ ജനത്തിന്റെ അവസ്ഥയെക്കുറിച്ച് വായിക്കുന്നു. ദൈവം ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിച്ചു. ഭൂമിയിലുള്ളതായ സകല ജാതികളിലും ഒരു നീതിയുള്ള ശ്രേഷ്ഠ ജാതിയായി ന്യായപ്രമാണം ഇസ്രായേലിനെ മാറ്റിയെടുത്തു. വായിക്കാം. ആവർത്തന പുസ്തകം 4-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം നമുക്ക് വായിച്ചു നോക്കാം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ വെക്കുന്ന ഈ സകല ന്യായപ്രമാണവും പോലെ ഇത്ര നീതിയുള്ള ചട്ടങ്ങളും വിധികളും ഉള്ള ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ? ഇത്ര നീതിയുള്ള ചട്ടങ്ങളും വിധികളുമുള്ള ഒരു ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ എന്ന് ചോദിക്കത്തക്കവണ്ണം ന്യായപ്രമാണം ഇസ്രായേലിനെ നീതിയുള്ള ഒരു ശ്രേഷ്ഠ ജാതിയാക്കി മാറ്റിയെടുത്തു. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമാസഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഒരു ചോദ്യം ചോദിക്കുന്നു. യഹൂദന് എന്താണ് വിശേഷത? യഹൂദന് എന്ത് വിശേഷതയുള്ളൂ? അടുത്ത വാക്യത്തിൽ ഉത്തരം പറയുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന്റെ അരുളപ്പാടുകൾ അവരെ ഏൽപ്പിച്ചു എന്നുള്ളതാണ് യഹൂദന്റെ സവിശേഷത അല്ലെങ്കിൽ ശ്രേഷ്ഠത എന്ന് പറയുന്നത്. മോശെ മുഖാന്തരം ദൈവത്തിന്റെ അരുളപ്പാടുകൾ ഇസ്രായേൽ ജനത്തിന് കൊടുത്തു.
ഈ ന്യായപ്രമാണം അനുസരിച്ചവരൊക്കെയും ദൈവത്തിന്റെ സന്നിധിയിൽ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. എന്നാൽ മറുവശത്തോ ദൈവം ദൂതന്മാർ മുഖാന്തരം മോശയെ ഏൽപ്പിച്ചതായ ഈ ന്യായപ്രമാണത്തിന്റെ ചട്ടങ്ങളും വിധികളും തള്ളിക്കളഞ്ഞിട്ട്, അതിനെ തിരസ്കരിച്ചിട്ട്, അതിനെ അവഗണിച്ചിട്ട് മുന്നോട്ട് പോയ ജീവിതങ്ങളൊക്കെയും ദൈവത്തിന്റെ സന്നിധിയിൽ ശിക്ഷാവധിയിൽ അകപ്പെടുവാനിടയായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ചട്ടങ്ങളും കൽപ്പനകളും നിരസിച്ചവരൊക്കെയും ശപിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന്റെ ന്യായവിധിയിൽ നിന്ന് തെറ്റി ഒഴിയുവാൻ ഒരിക്കൽ പോലും അവർക്ക് സാധിച്ചിട്ടില്ല. ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാകുന്നു വിശുദ്ധ പൗലോസ് നമ്മോട് വിളിച്ചു ചോദിക്കുകയാണ് ചെയ്യുന്നത്. ദൂതന്മാർ മുഖാന്തരം മോശയ്ക്ക് കൊടുത്ത ദൈവത്തിന്റെ ന്യായപ്രമാണം തള്ളിക്കളഞ്ഞിട്ട് ആ മുന്നറിയിപ്പുകളെ അവഗണിച്ച് ജീവിച്ചതായ ഇസ്രായേൽ ജനം ദൈവത്തിന്റെ ന്യായവിധിക്ക് വിധേയരായി തീർന്നുവെങ്കിൽ, സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നവനായ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു തിരുവായി മടിഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ അരുളപ്പാടുകളെ, മുന്നറിയിപ്പുകളെ തള്ളിക്കളഞ്ഞിട്ട് മുന്നോട്ട് പോയാൽ എങ്ങനെ സംഭവിക്കുവാനുള്ള ന്യായവിധിയിൽ നിന്നും നമുക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും എന്ന് വിശുദ്ധ പൗലോസ് ഇവിടെ നമ്മെ ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആകയാൽ എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, ദൈവത്തിന്റെ വചനം നമ്മൾ പഠിച്ചാൽ മുന്നറിയിപ്പുകളെ തള്ളിക്കളഞ്ഞിട്ട് അവഗണിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് വലിയതായ അപകടങ്ങൾക്കും അനർത്ഥങ്ങൾക്കും ഹേതുവായി തീരും എന്ന് നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നു. ഇന്നത്തെ ലോകത്തിന്റെ ഏത് മേഖലയിലും നമ്മൾ ചിന്തിച്ചാൽ മുന്നറിയിപ്പുകളെ തള്ളിക്കളഞ്ഞിട്ട് മുന്നോട്ട് പോയവരൊക്കെയും ഭയങ്കരമായ അപകടങ്ങളിലും അനർത്ഥങ്ങളിലും ചെന്ന് പെട്ടിട്ടുള്ളതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പത്രങ്ങൾ എടുത്തു നോക്കിയാൽ വാഹന അപകടങ്ങൾ ഓരോ ദിവസവും ദിനംപ്രതി വർദ്ധിച്ചു വന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് വാഹന അപകടങ്ങൾ വർദ്ധിക്കുന്നത്? ഒരിക്കലും ട്രാഫിക് നിയമങ്ങളുടെ അപര്യാപ്തത കൊണ്ടല്ല വാഹനാപകടങ്ങൾ വർദ്ധിക്കുന്നതും അപകട മരണങ്ങൾ വർദ്ധിക്കുന്നതും എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. മറിച്ചോ ട്രാഫിക് നിയമങ്ങൾ നൽകുന്ന മുന്നറിയിപ്പുകളെ തള്ളിക്കളഞ്ഞിട്ട് യാത്ര ചെയ്യുന്ന ഒരു യാത്രികൻ നിശ്ചയമായിട്ടും അവൻ മുന്നോട്ട് കുതിക്കുന്നത് അപകടത്തിലേക്കായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ദേശീയ പാതയിലൂടെ വാഹനം ഓടിച്ചു പോകുന്ന ഒരു ഡ്രൈവറോട് സംസാരിക്കുവാൻ ദേശീയ പാതയുടെ ഇരുവശങ്ങളിലും മുന്നറിയിപ്പിന്റെ സൈൻ ബോർഡുകൾ അവിടെ സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട്. ആ സൈൻ ബോർഡുകൾ ഈ വാഹനം ഓടിക്കുന്ന ഡ്രൈവർക്ക് നൽകുന്ന മുന്നറിയിപ്പാണ്. ഈ സൈൻ ബോർഡുകൾ ഡ്രൈവറോട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളൊക്കെ യാത്ര എത്രയോ കിലോമീറ്ററുകൾ ചെയ്യുന്നവരാണ്. വാഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പാതയുടെ ഇരുവശങ്ങളിലും ഇതാ മുന്നറിയിപ്പ് സിഗ്നലുകൾ അവിടെ ഇപ്രകാരം എഴുതി വച്ചിരിക്കുന്നു. ഒരു ഭാഗത്ത് എഴുതി വച്ചിരിക്കുന്നു വേഗത കുറയ്ക്കുക. അല്പം കൂടെ മുന്നോട്ട് ചെല്ലുമ്പോൾ അവിടെ എഴുതി വച്ചിരിക്കുന്നു അപകടകരമായ വളവ്, ഈ വളവിൽ മരണം സംഭവിച്ചിട്ടുണ്ട്, സൂക്ഷിക്കുക. അല്പം കൂടെ മുന്നോട്ട് പോകുമ്പോൾ അടുത്ത സിഗ്നൽ കാണുവാൻ സാധിക്കുന്നു ഇടുങ്ങിയ പാലമുണ്ട്, വേഗത കുറയ്ക്കുക. അല്പം കൂടെ മുന്നോട്ട് പോകുമ്പോൾ അടുത്ത സിഗ്നൽ കാണുവാൻ സാധിക്കുന്നു തന്നാൻ സാധ്യതയുള്ള വഴിവെടിപ്പുണ്ട്, വേഗത കുറച്ച് ശ്രദ്ധിച്ചു പോകുക. അടുത്ത സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ബോർഡ് വെച്ചിരിക്കുന്നു ഓവർടേക്കിംഗ് ചെയ്യുവാൻ പാടില്ല. അടുത്ത സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ മുന്നറിയിപ്പ് വെച്ചിരിക്കുന്നു മുമ്പിൽ ഹമ്പുണ്ട്, ശ്രദ്ധിക്കുക. അടുത്ത സ്ഥലത്ത് ചെല്ലുമ്പോൾ അടുത്ത മുന്നറിയിപ്പ് വെച്ചിരിക്കുന്നു ലൈറ്റ് ഡിം ചെയ്യുക. എത്രയോ മുന്നറിയിപ്പുകൾ ഒരു യാത്രികന് കൊടുക്കുവാൻ, ഒരു വാഹനം ഓടിക്കുന്ന വ്യക്തിക്ക് കൊടുക്കുവാൻ റോഡിന്റെ ഇരുവശങ്ങളിലും സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മുന്നറിയിപ്പ് സിഗ്നലുകൾ തള്ളിക്കളഞ്ഞിട്ട് വാഹനം ഓടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഡ്രൈവർ അപകടത്തെ ക്ഷണിച്ചു വരുത്തുകയാണെന്ന് നമുക്കറിയുവാൻ സാധിക്കുന്നു. മുന്നറിയിപ്പുകളെ തള്ളിക്കളഞ്ഞിട്ട് വാഹനം ഓടിച്ചു പോകുന്ന ഒരു വ്യക്തി അവന്റെ ജീവിതത്തിൽ അപകടത്തെ ക്ഷണിച്ചു വരുത്തുകയാണ്. പുകവലിക്കുന്നവൻ പുകവലിക്കുവാൻ സിഗരറ്റ് പാക്കറ്റ് വാങ്ങിക്കുമ്പോൾ അതിന്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി ആരോഗ്യത്തിന് ഹാനികരമെന്ന് മുന്നറിയിപ്പ് തള്ളിക്കളഞ്ഞിട്ട് സിഗരറ്റ് വാങ്ങിച്ച് വായിൽ വെച്ച് തിരികൊളുത്തി അകത്തേക്ക് വലിക്കുന്നവൻ അവൻ വലിച്ചകത്തേക്ക് കയറ്റുന്നത് ക്ഷയരോഗത്തെയാകുന്നു. അവൻ ക്ഷയരോഗത്തെ സ്വയം ജീവിതത്തിൽ ഏറ്റെടുക്കുകയാണ്. മദ്യം ഉപയോഗിക്കുമ്പോൾ മദ്യക്കുപ്പിയുടെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. ഈ മുന്നറിയിപ്പുകളെ തള്ളിക്കളഞ്ഞിട്ട് വീണ്ടും മദ്യത്തിന്റെ പിന്നാലെ പോയി മദ്യപിച്ച് അതിന്റെ ലഹരിയിൽ ഉന്മത്തനായിരിക്കുന്ന ഒരു വ്യക്തി അവൻ മാരകമായി ക്യാൻസർ രോഗത്തെ വിളിച്ചു വരുത്തുക, മാരകമായി ഹൃദ്രോഗത്തെ വിളിച്ചു വരുത്തുക, അനവധിയായ രോഗങ്ങൾക്ക് അവൻ ഇരയായി തീരുകയാണ് ചെയ്യുന്നത്. കാരണം എന്തെന്നറിയാമോ? മുന്നറിയിപ്പുകളെ തള്ളിക്കളഞ്ഞിട്ടുള്ള യാത്ര എപ്പോഴും അപകടത്തിലേക്കാകുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു.
ലോകത്തിന്റെ ചരിത്രം തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ മുന്നറിയിപ്പ് തള്ളിക്കളഞ്ഞിട്ടുള്ളതിനാൽ എത്രയോ ജീവിതങ്ങൾ വില കൊടുക്കേണ്ടി വന്ന ഭയങ്കരമായ സംഭവങ്ങൾക്ക് ലോകം തന്നെ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഒന്നും രണ്ടുമല്ല, ഒട്ടനവധി സംഭവങ്ങൾ മുന്നറിയിപ്പ് തള്ളിക്കളഞ്ഞതിനാൽ അതിനുവേണ്ടി വില കൊടുക്കേണ്ടി വന്നിട്ടുള്ളത് ലോക ചരിത്രത്തെ മുഴുവൻ ഇളക്കിയിട്ടുള്ള എത്രയോ സംഭവങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇന്നേക്ക് 100 വർഷങ്ങൾക്കപ്പുറത്ത് സംഭവിച്ചതായ ടൈറ്റാനിക് ദുരന്തം അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ടൈറ്റാനിക് ദുരന്തത്തിന്റെ യഥാർത്ഥമായ കാരണം നമ്മൾ തേടിക്കഴിഞ്ഞാൽ ഒരൊറ്റ വാക്കിൽ നമുക്ക് ഉത്തരം പറയാം, അത് മുന്നറിയിപ്പുകളെ അവഗണിച്ചതുകൊണ്ട് സംഭവിച്ചതാകുന്നു. 1912 ഏപ്രിൽ മാസം 10-ാം തീയതി ഇംഗ്ലണ്ടിലെ സതാംപ്ടൺ എന്ന് പറയുന്ന തുറമുഖത്ത് നിന്നും അമേരിക്കയിലെ ന്യൂയോർക്ക് എന്ന തുറമുഖത്തെ ലക്ഷ്യമാക്കി 2436 യാത്രക്കാരുമായി ഇതാ ഒഴുകി പോയതായ ആ രാജകൊട്ടാരത്തിന് സദൃശമായ ആഡംബര കപ്പൽ ടൈറ്റാനിക്. അതിന് എന്ത് സംഭവിച്ചുവെന്നുള്ളത് നമുക്കറിയാം. കപ്പലിന്റെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഒഴുകുന്ന ഒരു കൊട്ടാരമായിരുന്നു കപ്പൽ. അതിനകത്ത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഭൗമികമായും ലൗകികമായും ഉല്ലാസത്തിന് വേണ്ട എല്ലാ വിനോദ ഉപാധികളും അതിനകത്ത് ലഭിക്കുമായിരുന്നു. മദ്യപിക്കുവാൻ ഒരു ഭാഗത്ത് അവസരമുണ്ട്, നൃത്തം ചെയ്യുവാൻ മറുഭാഗത്ത് അവസരമുണ്ട്, നീന്തി കളിക്കുവാൻ നീന്തൽ കുളങ്ങളുണ്ട്, സ്പോർട്സിന് വേണ്ടതായി കോർട്ടുകളുണ്ട്, അതിനകത്ത് ചുറ്റിലിടന്ന് കാണുവാൻ രാജപാതകൾ അതിനകത്തുണ്ട്. ഒരു 5 സ്റ്റാർ ഹോട്ടലിന്റെ ഉൾവശം പോലെ അതിമനോഹരമായി ക്രമീകരിക്കപ്പെട്ട ഒരു ഒഴുകുന്ന കൊട്ടാരമായിരുന്നു ഈ ടൈറ്റാനിക് എന്ന് പറയുന്നതായ കപ്പൽ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, സമൂഹത്തിലെ സമ്പന്നർ അതിനകത്ത് സീറ്റ് ബുക്ക് ചെയ്ത് അതിന്റെ പ്രാരംഭ യാത്ര ആരംഭിക്കുമ്പോൾ ആ യാത്ര മരണത്തിലേക്കാണെന്ന് ഒരു വ്യക്തി പോലും അതിനകത്ത് നനച്ചിരുന്നില്ല. ഹെർലൻ ആൻഡ് ഊൾഫ് എന്ന് പറയുന്ന കമ്പനിയാണ് ഈ ടൈറ്റാനിക് കപ്പൽ നിർമ്മിക്കുവാൻ അതിന്റെ ചുമതലയേറ്റത്. ഹെർലൻ ആൻഡ് ഊൾഫ് എന്ന് പറയുന്ന കമ്പനി ഈ ടൈറ്റാനിക് കപ്പൽ നിർമ്മിച്ചതിന് ശേഷം അത് അധികാരികൾക്ക് കൈമാറുമ്പോൾ അവർ പറഞ്ഞുവെന്നാണ് പറയുന്നത്, ദൈവത്തിന് പോലും ഈ കപ്പലിനെ മുക്കുവാൻ സാധിക്കത്തില്ല. അത്രമാത്രം സുരക്ഷിതമായിരുന്നു ഈ കപ്പൽ. അത് മാത്രമല്ല, ഈ കപ്പൽ മുങ്ങുവാൻ ഒരിക്കലും സാധ്യതയില്ലെന്ന് അതിന്റെ നിർമ്മാതാക്കൾ തന്നെ അവകാശപ്പെട്ടതുകൊണ്ട് ജീവൻ രക്ഷാ ഉപാധികളോ ലൈഫ് ബോട്ടുകളോ വേണ്ട വിധത്തിൽ ഈ കപ്പലിനകത്ത് കരുതിയിട്ടുണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, കപ്പൽ നീറ്റിലിറക്കുവാൻ വൈറ്റ് സ്റ്റാർ ലൈൻ എന്ന് പറയുന്ന കമ്പനിയാണ് ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. ക്യാപ്റ്റൻ എഡ്വേർഡ് സ്മിത്ത് ഈ കപ്പലിന്റെ ചുക്കാൻ തിരിച്ചു. ഈ കപ്പൽ ഇതാ സതാംപ്ടൺ തുറമുഖത്ത് നിന്നും ആവേശത്തോടെ ആയിരക്കണക്കിന് ജനങ്ങൾ കൈവീശി കാണിച്ചിട്ട് ന്യൂയോർക്ക് തുറമുഖത്തെ ലക്ഷ്യമാക്കി യാത്ര ആരംഭിക്കുകയാകുന്നു. സുഖമായി 1, 2, 3 ദിവസങ്ങളിലെ യാത്രകൾ കഴിഞ്ഞിട്ട് ക്യാപ്റ്റൻ മൈക്കിനകത്തൂടെ അനൗൺസ്മെന്റ് കൊടുത്തു, 869 കിലോമീറ്റർ നമ്മൾ ഇതിനകം പിന്നിട്ടിരിക്കുകയാണ്. ഈ വാർത്ത കേട്ട് കപ്പലിലുള്ളവരൊക്കെയും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുവാൻ ഇടയായി തീർന്നു. അവർ ക്യൂൻസ്റ്റൗൺ തീരം വിട്ടിട്ട് ന്യൂയോർക്ക് തുറമുഖത്തെ ലക്ഷ്യമാക്കി അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിലൂടെ ഈ ടൈറ്റാനിക് എന്ന് പറയുന്ന ഒഴുകുന്ന കൊട്ടാരം മുന്നോട്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്നു. അതിൽ സഞ്ചരിച്ചിരുന്നതായ യാത്രക്കാര് ആ സന്ദർഭത്തിൽ എന്താണ് ചെയ്തെന്നറിയാമോ? ഇതിനകത്ത് ടെലഗ്രാഫിക് സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു, അതിനകത്ത് ഫോൺ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു. അവിടെ സുഹൃത്തുക്കൾക്ക് ടെലഗ്രാഫ് സന്ദേശങ്ങളും ആശംസാ സന്ദേശങ്ങളും കപ്പലിൽ നിന്ന് കൈമാറിക്കൊണ്ടിരിക്കുന്നു. നിമിഷങ്ങൾ തോറും അതിനകത്തെ ഈ 100 കണക്കിന് യാത്രക്കാർ ടെലഗ്രാഫിക് സംവിധാനങ്ങൾ വഴി കരയിലിരിക്കുന്ന അവിടെ ബന്ധുക്കൾക്ക് ആശംസാ സന്ദേശങ്ങൾ അയക്കുന്നു. കരയിൽ നിന്നും ആ കപ്പലിലേക്ക് വരുന്ന ആശംസാ സന്ദേശങ്ങൾ ഈ ടെലഗ്രാഫ് സംവിധാനത്തിലൂടെ അവർ സ്വീകരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അവർ എല്ലാം മതിമറന്ന് ആനന്ദത്തിൽ നൃത്തം ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ സംഭവിച്ചത് എന്തെന്നറിയാമോ? അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ കപ്പൽ മുന്നോട്ട് പോകുമ്പോൾ അതിന് ഡെക്കിൽ നിന്ന് കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നവർക്ക് ഒരു കാര്യം മനസ്സിലായി, ഇതാ ശക്തമായ തണുത്ത കാറ്റടിക്കുവാൻ തുടങ്ങുന്നു. മരം കൊച്ചുന്ന ശീതക്കാറ്റടിക്കുന്നത് കണ്ടപ്പോൾ പലരും പറഞ്ഞു, അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ഒഴുകുമ്പോൾ ശീതക്കാറ്റടിക്കുന്നത് സ്വാഭാവികമാണ്. അതവർ അതിനെ ഗണ്യമാക്കിയില്ല. മുന്നോട്ട് കപ്പൽ കുതിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ അറ്റ്ലാന്റിക്കിന്റെ മറുകരയിൽ നിന്നും ഒഴുകി വരുന്ന കപ്പലുകൾ അപകടം
അപകടം മണത്തറിഞ്ഞിട്ട് ടൈറ്റാനിക്കിലെ ടെലഗ്രാഫിക് സംവിധാനത്തിലേക്ക് മുന്നറിയിപ്പുകൾ കൊടുക്കുവാൻ കപ്പൽക്കാർ ആവുന്നത് ശ്രമിച്ചു. പക്ഷേ ആശംസാ സന്ദേശങ്ങൾ അയക്കുന്നവരുടെ തിരക്കുകൾ കാരണം ടെലഗ്രാഫിക്കിന്റെ ലൈനുകൾ കിട്ടിയില്ല. ഏറെ നേരം അനേക കപ്പലുകൾ ഈ ടൈറ്റാനിക് കപ്പലിന് മുന്നറിയിപ്പുകൾ കൊടുക്കുവാൻ ടെലഗ്രാഫിക് സംവിധാനത്തിലൂടെ ശ്രമിച്ചനന്തരം ചിലർക്ക് ലൈൻ കിട്ടിയപ്പോൾ പറഞ്ഞു, യാത്ര അപകടമാണ്, ഭയങ്കരമായ ഹിമത്തിന്റെ വലിയ മലകൾ, മഞ്ഞു മലകൾ അറ്റ്ലാന്റിക് സമുദ്രത്തിലുണ്ട്. ഇത് കണ്ടിട്ടും ടെലഗ്രാഫിക് സംവിധാനത്തിലെ ഉദ്യോഗസ്ഥർ അത് തള്ളിക്കളഞ്ഞു. അവർ വേണ്ട വിധത്തിൽ അത് എടുത്തില്ല. അതിനുശേഷം വീണ്ടും തുടർച്ചയായിട്ട് ടെലഗ്രാഫിക് സംവിധാനത്തിലൂടെ മുൻപോട്ടുള്ള യാത്ര അപകടകരമാകുന്നു, ഇതാ മഞ്ഞുമലകൾ അറ്റ്ലാന്റിക് സമുദ്രത്തിലുണ്ട് എന്നുള്ളതായ ടെലഗ്രാഫിക് സന്ദേശങ്ങൾ വന്നപ്പോൾ അവർ വാർത്ത ക്യാപ്റ്റൻ എഡ്വേർഡ് സ്മിത്തിന് കൈമാറി. എഡ്വേർഡ് സ്മിത്ത് വാർത്ത വായിച്ചു നോക്കിയിട്ട് ഒരു പരിഹാസത്തിന്റെ മന്ദസ്മിതം പുതുക്കി ഒന്ന് പൊഴിച്ചു. അതിനുശേഷം താൻ ആ വാർത്ത പുറകിലേക്ക് വലിച്ചെറിഞ്ഞു കളഞ്ഞു. കപ്പൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ സംഭവിച്ചത് എന്തെന്നറിയാമോ? അതിന്റെ 5-ാമത്തെ ദിവസം രാത്രി 11:30 മണിയായപ്പോൾ അതിന്റെ ഇടയ്ക്ക് നിൽക്കുന്നവർ ഒരു കാഴ്ച കണ്ടു. ഇതാ ഒരു കൂറ്റൻ മഞ്ഞുമല അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ഒഴുകി വരുന്നു. അവർ ജനങ്ങൾ വിളിച്ചു കൂവാൻ തുടങ്ങി. അടിയന്തരമായി സന്ദേശം കൊടുത്തു. കപ്പലിന്റെ ഗതിരിക്കാൻ ക്യാപ്റ്റൻ എഡ്വേർഡ് സ്മിത്ത് ആവുന്നത്ര ശ്രമിച്ചു. പക്ഷേ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ കൂറ്റൻ മഞ്ഞുമല അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ഒഴുകി വന്നിട്ട് ഈ ടൈറ്റാനിക് കപ്പലിന്റെ അടിഭാഗത്തേക്ക് അടിച്ചു കീറി. അതിന്റെ അടിഭാഗം 300 അടി രണ്ടായി പിളർന്നുപോയി. കപ്പലിന്റെ വാട്ടർ ടൈറ്റ് ഡോറുകൾ തുറന്നു. വെള്ളം അകത്തേക്ക് ഇരച്ചു കയറുവാൻ തുടങ്ങി. അല്പം ചില സമയങ്ങൾക്കുള്ളിൽ കപ്പൽ രണ്ടായി ഒടിഞ്ഞു. അത് അറ്റ്ലാന്റിക്കിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി. 1635 യാത്രക്കാർ അറ്റ്ലാന്റിക്കിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി. അല്പമായി ലഭിച്ച ജീവൻ രക്ഷാ ഉപാധികൾ കൊണ്ടും അറ്റ്ലാന്റിക്കിലെ മരം കൊച്ചുന്ന വെള്ളത്തിൽ കിടന്നും ഏതാണ്ട് 710 ജീവിതങ്ങൾ രക്ഷപ്പെട്ട് കരയ്ക്ക് വന്നു. പക്ഷേ രക്ഷപ്പെട്ടിട്ട് എന്ത് കാര്യം? ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട ഭാര്യമാർ, മക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ, ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട അനാഥ ജീവിതങ്ങൾ ശേഷിക്കുവാൻ ഇടയായി തീർന്നു. കാലങ്ങൾ എത്ര പിന്നിട്ടു, ഒരു നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും മനുഷ്യന്റെ മനസാക്ഷിയിൽ ഈ ടൈറ്റാനിക്കിന്റെ ദുരന്തം ഒരു വലിയ സംഭവം നിലനിൽക്കുന്നുവെങ്കിൽ അതിന് കാരണമായി തീർന്ന രഹസ്യം ഒരൊറ്റ വാക്കിൽ നമുക്ക് വിസ്തരിക്കാം. അത് മുന്നറിയിപ്പ് അവഗണിച്ചത് കൊണ്ട് വന്ന അനർത്ഥമാകുന്നു. ആകിയാൽ മുന്നറിയിപ്പ് അവഗണിച്ചാൽ അത് അപകടത്തെ ക്ഷണിച്ചു വരുത്തുന്നതായിരിക്കും. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നിങ്ങളെ ബുദ്ധി ഉപദേശിക്കട്ടെ. തിരുവെടുത്ത് തരുന്ന അനേകം മുന്നറിയിപ്പുകളുണ്ട്. അവഗണിച്ച് മുന്നോട്ട് പോയാൽ അപകടത്തിലേക്കായിരിക്കും കുതിപ്പ്. മുന്നറിയിപ്പ് അവഗണിച്ചതിനാൽ അപകടം വിളിച്ചു വരുത്തിയ മറ്റൊരു സംഭവം നമുക്കറിയാം. 2001 സെപ്റ്റംബർ മാസം 11-ാം തീയതി ലോക ചരിത്രത്തിൽ ഈ ദിവസം ആരും മറക്കത്തില്ല. കാരണം അമേരിക്ക എന്ന ലോക പോലീസിന്റെ അഭിമാനത്തിനേറ്റ ക്ഷതം ആ ദിവസം ഒരു കളങ്കമായി നിൽക്കുകയാണ്. നമുക്കറിയാം 2001 സെപ്റ്റംബർ മാസം 11-ാം തീയതി അമേരിക്കയുടെ അഭിമാന ഇരട്ട സ്തംഭങ്ങളായിരുന്ന വേൾഡ് ട്രേഡ് സെന്റർ എന്ന് പറയുന്ന ഉന്നത സൗധങ്ങൾ ഒരു നിമിഷങ്ങൾ കൊണ്ട് ഇടിഞ്ഞു താഴെ വീണ് ചാമ്പൽക്കൂനയായി. അതിന് പേരവർ കൊടുത്തു. എന്താ പേരെന്നറിയാമോ? ഗ്രൗണ്ട് സീറോ. അമേരിക്കയുടെ അഭിമാന സ്തംഭങ്ങളായ വേൾഡ് ട്രേഡ് സെന്റർ ചില മിനിറ്റുകൾക്കുള്ളിൽ ഗ്രൗണ്ട് സീറോ ആയി മാറ്റപ്പെട്ടുവെങ്കിൽ, ആ വലിയ ദുരന്തത്തിൽ ആയിരങ്ങൾ ജീവൻ കൊടുക്കേണ്ടി വന്നുവെങ്കിൽ, അമേരിക്കയുടെ അഭിമാനത്തിന് ക്ഷതം സംഭവിക്കുവാൻ ആ ദുരന്തം ഹേതുവായി എന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം നമ്മൾ തേടിപ്പോകണം പ്രിയപ്പെട്ടവരെ. ആ സംഭവത്തിന്റെ രഹസ്യം മുന്നറിയിപ്പ് അവഗണിച്ചത് കൊണ്ടാണ്. അമേരിക്കയുടെ ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസി അമേരിക്കൻ ഗവൺമെന്റ് നിർദ്ദേശം കൊടുത്തു. ബില്ലാദനും സംഘവും അൽ-ഖൈദയും ഇതാ വിമാനം റാഞ്ചുവാൻ സാധ്യതയുണ്ടെന്നും അമേരിക്കയിലെ കൂറ്റൻ കെട്ടിടങ്ങൾ ഇടിച്ച് തകർക്കുവാൻ സാധ്യതയുണ്ടെന്നും അമേരിക്കയുടെ ഡിഫൻസിന്റെ ഇന്റലിജൻസ് ഏജൻസി അമേരിക്കൻ ഗവൺമെന്റ് രഹസ്യമായിട്ട് വിവരം കൊടുത്തിട്ടും അമേരിക്കൻ ഗവൺമെന്റ് ഇന്റലിജൻസ് തള്ളിക്കളഞ്ഞു. മുന്നറിയിപ്പ് തള്ളിക്കളഞ്ഞിട്ട് അവർ ഇപ്രകാരമാണ് പറഞ്ഞതെന്നാണ് പറയുന്നത്: അമേരിക്കയുടെ ഒരു വിമാനം തട്ടിയെടുക്കുവാനോ അമേരിക്കയിലെ വമ്പൻ സൗധത്തെ തകർക്കുവാനോ ബില്ലാദനോ അൽ-ഖൈദയ്ക്കോ ഇന്ന് ശേഷിയില്ല.
ഇത് പറഞ്ഞ് ആ മുന്നറിയിപ്പുകളെ അവർ തള്ളിക്കളഞ്ഞു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ആ മുന്നറിയിപ്പ് തള്ളിക്കളഞ്ഞതിനാൽ അതിന് അമേരിക്ക കൊടുക്കേണ്ടി വന്ന വില നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ലോകത്തിന്റെ മുമ്പിൽ പോലീസ് ഒന്ന് തല ഉയർത്തിപ്പിടിച്ച് അമേരിക്കയുടെ തല ചരിത്രത്തിൽ ആദ്യമായി കുനിഞ്ഞ സംഭവം. വിയറ്റ്നാം യുദ്ധത്തിന് ശേഷം അമേരിക്കയുടെ തല ലോകത്തിന്റെ മുമ്പിൽ കുനിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേൾഡ് ട്രേഡ് സെന്ററിന്റെ നാശത്തിലൂടെ മാത്രമാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ആ സംഭവത്തിലൂടെ ആയിരങ്ങൾ രക്തസാക്ഷികളായി തീരുവാൻ ഇടയായി തീർന്നുവെങ്കിൽ അതിന്റെ പിന്നിലുള്ള രഹസ്യമെന്ന് പറയുന്നത് മുന്നറിയിപ്പ് അവഗണിച്ചത് കൊണ്ടാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അമേരിക്കൻ ഡിഫൻസിന്റെ ഇന്റലിജൻസ് റിപ്പോർട്ട് തള്ളിക്കളഞ്ഞിട്ട് അവർ ശത്രുവിന്റെ ശക്തിയെ വളരെ ലഘൂകരിച്ചു കണ്ടതിനാൽ അതിനുവേണ്ടി അവർ കൊടുക്കേണ്ടി വന്ന വില ചില്ലറയല്ല. ആകയാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. മുന്നറിയിപ്പ് അവഗണിച്ചൊരിക്കലും മുന്നോട്ട് പോകരുത്. ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നേരിട്ടും വിശുദ്ധ അപ്പോസ്തലന്മാരിലൂടെയും ഈ ലോകത്തിൽ ജീവിക്കുന്ന ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അവൻ ഒരിക്കൽ പോലും ജീവിതത്തിൽ തള്ളിക്കളഞ്ഞുകൂടാത്തതും അവഗണിച്ചാൽ അനർത്ഥം വരുവാൻ ഹേതുവായിത്തീരുന്നതുമായ അനേക മുന്നറിയിപ്പുകളെ തിരുവെഴുത്തിൽ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. ഈ ദിവസങ്ങളിൽ കർത്താവ് തരുന്ന സമയപരിധിക്കുള്ളിൽ ചില വിഷയങ്ങളെ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവിൽ ഞാൻ താല്പര്യപ്പെടുകയാകുന്നു. പ്രാരംഭ ഭാഗത്തേക്ക് നമുക്ക് കടന്നു പോകാം. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വിശുദ്ധ പൗലോസ് കർത്താവ് അരുളി ചെയ്തതും സംഭവിക്കുവാൻ സാധ്യതയുള്ളതുമായ ഒരു വലിയ അപകടത്തിന്റെ മുന്നറിയിപ്പ് അവിടെ തരുന്നു നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും സ്ഥിരമായി വരികയും അടുത്തത് ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങി നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു അരുളി ചെയ്തതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ സാക്ഷികളുടെ സമൂഹം നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ നമുക്ക് തെറ്റി ഒഴിയുവാൻ സാധിക്കും? ഒന്നാമത്തെ മുന്നറിയിപ്പിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഈ വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയുവാൻ സാധിക്കും? ദൈവത്തിന്റെ ശിക്ഷാവിധിയിൽ നിന്നും ദൈവത്തിന്റെ ന്യായവിധിയിൽ നിന്നും എങ്ങനെ തെറ്റി ഒഴിയുവാൻ സാധിക്കും? കാരണം ഇത്ര വലിയ രക്ഷ എന്ന് പറയുവാൻ കാരണം നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു അരുളി ചെയ്തതും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ തന്ന് അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും വിവിധ വിധിപ്രവൃത്തികളിലൂടെയും സാക്ഷി നിർത്തിയിരിക്കുന്നതും വിശ്വസിച്ച അനേക ലക്ഷം ജനങ്ങളെ മുമ്പിൽ സാക്ഷിയാക്കി നിർത്തിയിരിക്കുന്നതുമായ ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ ദൈവത്തിന്റെ ശിക്ഷാവിധിയിൽ നിന്ന് തെറ്റി ഒഴിയുവാൻ സാധിക്കും എന്ന് വിശുദ്ധ പൗലോസ് ചോദിക്കുന്നു. തള്ളിക്കളഞ്ഞാൽ ശിക്ഷാവിധി ലഭിക്കും. അപകടമാണ്. കാരണം ന്യായപ്രമാണത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, മോശയ്ക്ക് ന്യായപ്രമാണത്തിന്റെ പ്രമാണങ്ങൾ ദൂതന്മാർ മുഖാന്തരം കൊടുത്തു. ദൂതന്മാർ മുഖാന്തരം മോശയ്ക്ക് കൊടുത്ത തിരുവെഴുത്തുകൾ സത്യമായി വരികയും ആ സത്യമായി വന്ന തിരുവെഴുത്തുകൾ ലംഘിച്ചവർക്ക് അവരവരുടെ ലംഘനങ്ങൾക്ക് ഏറ്റ വിധത്തിലുള്ള ശിക്ഷാവിധി ലഭിക്കുകയും ചെയ്തുവെങ്കിൽ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു അരുളി ചെയ്തതും തന്റെ പരിശുദ്ധാത്മാവിനെ സഭയ്ക്ക് നൽകി ഇന്നും എത്രയോ അത്ഭുതങ്ങൾ, എത്രയോ അടയാളങ്ങൾ, എത്രയോ വീര്യപ്രവർത്തികൾ സഭയിൽ ചെയ്തുകൊണ്ട് സാക്ഷി നിന്ന് ഉറപ്പിക്കുന്നതും വിശ്വസിച്ച അനേക ലക്ഷം ജനങ്ങളെ മുന്നിൽ നിർത്തി അടയാളമാക്കി സാക്ഷിയാക്കി നിർത്തി കൽപ്പിക്കുന്നതുമായ ഈ വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ നമുക്ക് ദൈവത്തിന്റെ ശിക്ഷാവിധിയിൽ നിന്നോ തെറ്റി ഒഴിയുവാൻ സാധിക്കും എന്ന് വിശുദ്ധ പൗലോസ് ചോദിക്കുകയാണ് ചെയ്യുന്നത്. ആകെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അരുളി ചെയ്തവനെ നിരസിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ഭൂമിയിൽ അരുളി ചെയ്തവനെ നിരസിച്ചവർ തെറ്റി ഒഴിയാതെ ശിക്ഷാവിധി അനുഭവിച്ചുവെങ്കിൽ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു അരുളി ചെയ്തതിനെ നിരസിച്ചാൽ എങ്ങനെ ദൈവത്തിന്റെ ശിക്ഷയിൽ നിന്നും നമുക്ക് തെറ്റി ഒഴിയുവാൻ സാധിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. ആകയാൽ ഇത്ര വലിയ രക്ഷയെ
ഗണ്യമാക്കാതെ പോയാൽ എന്ന് വെച്ചാൽ ഈ രക്ഷയ്ക്ക് ഇത്ര വലിയ രക്ഷ എന്ന് പറയുവാൻ എന്താണ് കാരണം? പല കാരണങ്ങളുണ്ട്. അതിലൊന്നാമത്തെ കാരണം, ഈ രക്ഷ യേശുക്രിസ്തുവാണ് വിഭാവനം ചെയ്തത്. കർത്താവ് യേശുക്രിസ്തുവാണ് രക്ഷയുടെ സന്ദേശം പറഞ്ഞു തുടങ്ങിയത്. 2, ഇത് വിശ്വസിപ്പിക്കുവാൻ വേണ്ടി ഇന്നും സഭയിൽ പരിശുദ്ധാത്മാവിനെ അയച്ചുതന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്ത് സഭയെ, ജനത്തെ ഉറപ്പിക്കുമ്പോൾ അതിന്റെ പിന്നിലുള്ള ദൈവത്തിന്റെ ഉദ്ദേശം ഈ രക്ഷയെ അറിയിക്കുക എന്നുള്ളതാണ്. ഇന്ന് മനുഷ്യർ അത്ഭുതങ്ങളുടെ പിന്നാലെ ഓടുകയാണ്, രോഗശാന്തിയുടെ പിന്നാലെ ഓടുകയാണ്, വീര്യപ്രവൃത്തികളുടെ പിന്നാലെ ഓടുകയാണ്. അവർക്ക് അത്ഭുതങ്ങൾ മതി, അവർക്ക് ജീവിതത്തിന്റെ താൽക്കാലിക പ്രശ്നങ്ങൾക്ക് പരിഹാരം മതി, അവർക്ക് അടയാളങ്ങൾ കണ്ടാൽ മതി. പക്ഷേ ദൈവം അത്ഭുതങ്ങൾ സഭയിൽ തന്നിട്ടുണ്ടെങ്കിൽ, അടയാളങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ, വീര്യപ്രവൃത്തികൾ തന്നിട്ടുണ്ടെങ്കിൽ, ദൈവം തന്റെ പരിശുദ്ധാത്മാവിലൂടെ സഭയ്ക്കകത്ത് അത്ഭുതങ്ങൾ നടത്തുന്നത്, വീര്യപ്രവൃത്തികൾ നടത്തുന്നത്, അടയാളങ്ങൾ നടത്തുന്നത് കേവലം നിനക്ക് സൗഖ്യമാകുവാൻ മാത്രമല്ല, ദൈവത്തിന്റെ അടയാളം കണ്ട് ദൈവത്തെ അത്ഭുതപ്പെട്ട് മടങ്ങിപ്പോകുവാൻ മാത്രമല്ല, അതിന്റെ പിന്നീട് ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. ആ രക്ഷയെ നീ പ്രാപിക്കുവാൻ വേണ്ടിയാണ്. ദൈവത്തിന്റെ രക്ഷയെ മനസ്സിലാക്കുവാനാണ് ദൈവ അത്ഭുതങ്ങളും അടയാളങ്ങളും സഭയ്ക്കകത്ത് ചെയ്യുന്നത്. ഈ സത്യം തള്ളിക്കളഞ്ഞിട്ട് രക്ഷയെക്കുറിച്ച് ഒരു വാക്ക് ഉരുവിടാതെ അത്ഭുതത്തെ, അടയാളത്തെ, രോഗശാന്തിയെ പ്രസംഗിച്ച് അനേകരെ വഞ്ചിക്കുന്ന സുവിശേഷകന്മാർ ഇന്ന് ലോകത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുമ്പോൾ സത്യവിശ്വാസികൾ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ദൈവം സഭയ്ക്ക് തന്നതിന്റെ ഉദ്ദേശം കർത്താവ് അരുളി ചെയ്ത ഇത്ര വലിയ രക്ഷയെ ജനത്തിന് അറിയിക്കുവാൻ വേണ്ടിയാണ്. അത് മാത്രമല്ല, കേട്ടവർ സാക്ഷി നിൽക്കുന്നു. ഇന്ന് ഇവിടെ കടന്നു വന്നിരിക്കുന്നവർ എത്ര പേർ ഈ രക്ഷയ്ക്ക് സാക്ഷിയാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നു. ഈ രക്ഷയെ അവകാശമാക്കിയവർ നരഭോജികളായി ജീവിച്ചിട്ട് ഈ രക്ഷയിലൂടെ യേശുവിന്റെ സ്നേഹത്തെ കണ്ടെത്തിയ എത്രയോ കോടി മനുഷ്യർ ഇന്ന് ലോകത്തിൽ നമുക്ക് ചുറ്റും സാക്ഷികളായി നിൽക്കുകയാണ്. ഏത് ജാതിയിലും പെട്ടവർ, നരഭോജികളായി ജീവിച്ചവർ, വെള്ളക്കാര്, നീഗ്രോകള്, ആര്യന്മാര് എന്ന് വേണ്ട ദ്രാവിഡന്മാര്, സ്ത്രീകള്, പുരുഷന്മാര്, സമൂഹത്തിന് നാനാ തുറകളുള്ളവര്, സമ്പന്നന്മാര്, ദരിദ്രന്മാര്, ദൈവത്തെ അറിയാതെ നിഷ്ഠൂരന്മാരെ ജീവിച്ചവര്, അവരൊക്കെയും ഈ രക്ഷയെ പ്രാപിച്ച് ഞങ്ങൾ ഈ രക്ഷയ്ക്ക് സാക്ഷികൾ എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ ഇത് തള്ളിക്കളഞ്ഞിട്ട് അവഗണിച്ചിട്ട് മുന്നോട്ട് പോയാൽ ദൈവത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധിക്കത്തില്ല. ആകയാൽ ഇന്ന് രാത്രി ആ രക്ഷയ്ക്ക് ഞാനും സാക്ഷിയെന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ സന്തോഷത്തോടെ പറയുവാൻ കഴിയുന്ന ദൈവമക്കൾ കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആകയാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ രക്ഷയ്ക്ക് എത്രയോ പേർ സാക്ഷികളാകുന്നു. എത്രയോ അത്ഭുതങ്ങളിലൂടെ നമ്മളത് മനസ്സിലാക്കി. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു അരുളി ചെയ്ത ഇത്ര വലിയ രക്ഷ, ഈ രക്ഷ ഇത്ര വലിയ രക്ഷ എന്ന് പറയുവാൻ കാരണം ഈ രക്ഷയ്ക്ക് വേണ്ടി രക്ഷകൻ കൊടുത്ത വില നമ്മൾ ഓർക്കണം. ഈ രക്ഷയെ നമുക്ക് നേടിത്തരുവാൻ രക്ഷകൻ കൊടുത്ത വിലയാണ് ഈ രക്ഷയെ ഇത്ര വലിയ രക്ഷയാക്കി തീർക്കുന്നത്. എന്താണ് രക്ഷകൻ കൊടുത്ത വില? ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലുതെന്ന് പറഞ്ഞിരിക്കുന്നത് അവന്റെ പ്രാണനാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും വില കൊടുക്കുന്നത് അവന്റെ പ്രാണനാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കി എന്തിനും വില കൊടുക്കത്തുള്ളൂ. ചില പറയും എൻ്റെ അച്ചായൻ എനിക്കാണ് വില തരുന്നതെന്ന് പറയും. പ്രിയപ്പെട്ട സഹോദരിമാരെ, വഞ്ചിക്കപ്പെട്ടു പോകരുത്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിങ്ങൾക്കല്ല, സ്വന്തം പ്രാണനാണ് വില കൊടുക്കുന്നത്. ഭർത്താവ് ചിന്തിക്കുന്നു ഭാര്യ എനിക്കാണ് കൂടുതൽ വില തരുന്നതെന്ന്, ഭാര്യ ചിന്തിക്കുന്നു ഭർത്താവ് എനിക്കാണ് കൂടുതൽ വില തരുന്നതെന്ന്. അല്ല, സ്വന്തം പ്രാണനാണ് വില കൊടുക്കുന്നത്. ഒരിക്കൽ ഞാൻ ഓർക്കുന്ന ഒരു ചെറിയ കഥ. ഒരിക്കൽ ഒരു യൗവനക്കാരനായ മനുഷ്യൻ പെട്ടെന്ന് മരിച്ചുപോയി. തന്റെ ഭാര്യ അടുത്തിരുന്ന് തലതല്ലി കരയുകയാണ്. നിർത്താതെയുള്ള അവിടെ കരച്ചിൽ കേട്ടിട്ട് അവൾ പറഞ്ഞു, എനിക്കിനി ഈ ലോകത്ത് ജീവിക്കുകയേ വേണ്ട, എനിക്ക് ജീവിതം വേണ്ട, എന്നെയും കൂടെ അങ്ങ് കൊണ്ടുപോ എന്നൊക്കെയുള്ള അവിടെ ആർത്തനാദം കേട്ടാൽ ഏത് കല്ല് പോലെയുള്ള ഹൃദയം അലിഞ്ഞു പോകും. അത്ര ഭയങ്കരമായ നിലവിളിയാ. അവളങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭക്തനായ മനുഷ്യൻ അവിടെ കടന്നു വന്നിട്ട് ഈ സ്ത്രീയുടെ സങ്കടം കണ്ടിട്ട് അവളോട് പറഞ്ഞു, സഹോദരി നിങ്ങളൊന്ന് കരയാതിരിക്കെ, നിങ്ങളുടെ പ്രശ്നത്തിന് ഞാൻ പരിഹാരം ഉണ്ടാക്കി തരാം. അവൾ ഒരു നിമിഷം മൗനമായിട്ടിരുന്നു. എന്നിട്ട് ചോദിച്ചു, എന്താണ് ചെയ്യാൻ പോകുന്നത്? നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ ഭർത്താവിൻ്റെ ജീവൻ രക്ഷിക്കണം, നിങ്ങളുടെ ഭർത്താവിൻ്റെ ജീവൻ തിരിച്ചു കിട്ടണം, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞു, അത് മതി പാസ്റ്ററെ, എങ്ങനെയെങ്കിലും എൻ്റെ അച്ചായനെ അങ്ങ് ജീവിപ്പിച്ചാൽ മാത്രം മതി, അച്ചായൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയാൽ മാത്രം മതി. ആ പറഞ്ഞു, വിഷമിക്കണ്ട, നിങ്ങളുടെ ഭർത്താവിൻ്റെ ജീവൻ ഞാൻ തിരിച്ചു തരാൻ പോവുകയാണ്. പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട്, ഒരു മരണം ഈ വീട്ടിൽ സംഭവിച്ചെങ്കിലേ സാധിക്കത്തുള്ളൂ. ഞാൻ നിങ്ങളുടെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഭർത്താവ് ജീവിച്ചെഴുന്നേൽക്കും, പക്ഷേ ആ ക്ഷണം നിങ്ങൾ മരിച്ചു വീഴും. ആ സന്ദർഭത്തിൽ നിങ്ങൾ മരിക്കും. നിങ്ങൾ അതിന് ഒരുക്കമാണോ? നിങ്ങൾ ഒരുക്കമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഭർത്താവിനെ വേണ്ടി പ്രാർത്ഥിക്കാം. ഇത് കേട്ടപ്പോൾ ഈ സഹോദരിയുടെ കരച്ചിലൊക്കെ അങ്ങ് നിന്നു. പെട്ടെന്ന് കൈയൊക്കെ ഒന്ന് കൂട്ടി തിരുമ്മി അവൾ കീഴോട്ട് നോക്കിയിരുന്നിട്ട് മൗനമായിട്ട് പറഞ്ഞു,
പാസ്റ്റർ, അച്ഛൻ ഏതായാലും മരിച്ചതല്ലേ, ഇനി മരിച്ച അച്ഛനെ വീണ്ടും ജീവിപ്പിച്ചിട്ട് ഞാൻ മരിക്കേണ്ട കാര്യമുണ്ടോ? പാസ്റ്റർ വന്ന വഴിക്ക് സ്ഥലം വിട്ടു. സ്തോത്രം. പ്രിയപ്പെട്ട ദൈവമക്കളെ, മനസ്സിലാക്കിക്കോ, പ്രിയപ്പെട്ടത് ഒരു മനുഷ്യന് ഏറ്റവും പ്രിയപ്പെട്ടത് ഭാര്യയല്ല, മക്കളല്ല, ഭർത്താവല്ല, സ്വന്തം പ്രാണനാണ് ഏറ്റവും വിലപ്പെട്ടത്. അങ്ങനെയെങ്കിൽ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു കാൽവറിയിൽ സ്വന്തം പ്രാണനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന് സ്വായത്തമാക്കിയതാണ് ഈ രക്ഷ. ഈ രക്ഷയിലേക്ക് നമ്മെ കൊണ്ടുവരുവാൻ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു വില കൊടുത്തത് തമ്പുരാന്റെ ജീവനാകുന്നു. അവന്റെ ജീവനെ മരണത്തിനൊഴുക്കി കളഞ്ഞിട്ട് കാൽവരിയിൽ സമ്പാദിച്ച രക്ഷയെ തള്ളിക്കളഞ്ഞു മുന്നോട്ട് പോയാൽ ശിക്ഷാവധി കൊണ്ട് പറഞ്ഞേക്കാം. ആകയാൽ ഈ രക്ഷയെ തള്ളിക്കളയരുത്. നസ്രായൻ കാൽവരിയിൽ ജീവനെ ഒഴുക്കിക്കളഞ്ഞിട്ട് കരങ്ങൾ കാലുകൾ ചേർത്ത് വെച്ച് ഇരുമ്പാണികൾ കൊണ്ട് അടിക്കുമ്പോൾ, അവന്റെ ഉടുവുചാലുകളെ പോലെ ചമ്മട്ടി കൊണ്ട് അടിച്ചു കയറുമ്പോൾ, ഭാരമേറിയ മരക്കുരിശും തോളിലേന്തി പോകുമ്പോൾ, വേച്ചിടറി വീടുമ്പോൾ, ചാട്ടവാർ ചുഴറ്റി അടിക്കുമ്പോൾ വേദനപ്പെട്ട് പിടഞ്ഞ് ചാരി എഴുന്നേൽക്കുന്ന കർത്താവ്, ഈ വേദനകളൊക്കെ കർത്താവ് സഹിച്ചത്, അവന്റെ തലയിൽ മുൾക്കിരീടം ചാഞ്ഞടിച്ചത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ നിന്ന മുഖത്ത് തുപ്പുന്നതാണ്. നമ്മുടെ കർത്താവിന്റെ മുഖം തുപ്പലിനും നിന്നയ്ക്കും മറച്ചില്ല. അവന്റെ മുഖത്തവർ ആഞ്ഞു കുത്തി, അവന്റെ മുഖത്ത് മുഷ്ടി ചുരുട്ടി കുത്തി, അവന്റെ കണ്ണത്തവർ അടിച്ചു, അവന്റെ മുഖത്തവർ കാർക്കിച്ചു തുപ്പി. ഈ നിന്നകളൊക്കെയും നസ്രായൻ സഹിച്ചത് ആ മരണത്തിലൂടെ, ആ നിന്നയിലൂടെ, അടിപ്പണലുകളിലൂടെ, ആ കഷ്ടങ്ങളിലൂടെ, അവന്റെ ജീവൻ കാൽവരിയിൽ ഒഴുക്കിക്കളയുന്നതിലൂടെ, അവന്റെ ജീവൻ കാൽവരിയിൽ യാഗമായി തീർന്നതിലൂടെ മാനവജാതിക്ക് ലഭിക്കുന്ന രക്ഷയെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. ആകയാൽ സ്വന്തം പ്രാണനെ കാൽവരിയിൽ യാഗമായിട്ട് അർപ്പിച്ചിട്ട് മാനവജാതിക്ക് സൗജന്യമായി നേടിത്തന്ന രക്ഷയെ തള്ളിക്കളഞ്ഞിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ രക്ഷ നഷ്ടപ്പെടുത്തിയാൽ അതിന്റെ ശിക്ഷ ഭയങ്കരമായിരിക്കും. നമുക്ക് ഒരിക്കൽ പോലും അതിന്റെ ശിക്ഷാവധിയിൽ നിന്നും തെറ്റി ഒഴിയുവാൻ സാധിക്കത്തില്ല. ഈ രക്ഷ ഇത്ര വലിയ രക്ഷ എന്ന് പറയുവാൻ കാരണം, ഒന്നാമത് ഈ രക്ഷ സ്വായത്തമാക്കി തരുവാൻ നസ്രായൻ നമുക്ക് വേണ്ടി കൊടുത്ത വില. രണ്ടാമത് ഈ രക്ഷയെ ഇത്ര വലിയ രക്ഷ എന്ന് പറയുവാൻ കാരണം, ഈ രക്ഷ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ അവർക്ക് ലഭിക്കുവാൻ പോകുന്ന ശിക്ഷാവധി. ഈ രക്ഷയെ നഷ്ടപ്പെടുത്തുന്ന ഒരു വ്യക്തിക്ക് അവന്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ശിക്ഷാവധിയുടെ ആഴം നമ്മൾ ചിന്തിക്കണം. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു കാൽവരിയിൽ ജീവനെ അർപ്പിച്ച് അവൻ ഒഴുക്കിയ രക്തത്തിലൂടെ പാപമോചനവും വീണ്ടെടുപ്പും ആത്മരക്ഷയും സ്വായത്തമാക്കി തരുമ്പോൾ, ആ ആത്മരക്ഷയെ തള്ളിക്കളഞ്ഞിട്ട് പാപത്തിൽ ജീവിച്ചു മരിക്കുന്ന ഒരു മനുഷ്യന്റെ ആത്മാവ് നിത്യ നരകത്തിൽ ചെല്ലുവാനിടയായി തീരും. അവന്റെ ജീവിതത്തിന്റെ അന്തം നരകാഗ്നിയിലായിരിക്കും. അതുകൊണ്ടാണ് തിരുവെടുത്ത് വിളിച്ചു പറയുന്നു, വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യിൽ തള്ളിക്കളയും എന്ന് വെച്ചാൽ, ഏവനെയും തള്ളിക്കളയും എന്ന് വെച്ചാൽ അതിനകത്ത് പ്രത്യേകിച്ച് ആരെയും പേരൊന്നും തിരിച്ചിട്ടില്ല, ജാതി തിരിച്ചിട്ടില്ല, വിദ്യാഭ്യാസം നോക്കിയിട്ടില്ല, കുടുംബശ്രേഷ്ഠ നോക്കിയിട്ടില്ല, ഭരണാധികാരിയാണോ നോക്കിയിട്ടില്ല, പ്രജയാണോ നോക്കിയിട്ടില്ല. ആരാണെങ്കിലും ശരി, ജീവപുസ്തകത്തിൽ പേരില്ലയോ, സ്വർഗത്തിൽ ജീവന്റെ പുസ്തകത്തിൽ പേരുകൾ എഴുതപ്പെട്ടിട്ടില്ലയോ, അതിന് കൊടുക്കേണ്ടി വരുന്ന വില തീപ്പയ്കയാണ്, നിത്യ നരകമാണ്. ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടുമ്പോൾ, ആത്മരക്ഷയെ പ്രാപിക്കുമ്പോൾ, അവന്റെ പേർ ജീവന്റെ പുസ്തകത്തിൽ എഴുതി വെക്കും. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി വെച്ചിട്ടുണ്ടോ, അവൻ നരകാഗ്നിയിലേക്ക് പോകേണ്ടി വരത്തില്ല. ആകയാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, എങ്ങനെ തെറ്റി ഒഴിയും ദൈവത്തിന്റെ ശിക്ഷാവധി? ആകയാൽ നിത്യ നരകത്തിൽ ചെന്ന് പതിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, വിശ്വസിച്ച് ആത്മരക്ഷയെ പ്രാപിച്ചോ. ഇത്ര വലിയ രക്ഷയെ ഏറ്റെടുക്കുവാൻ നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ചു കൊടുക്കണം. നരകം എന്ന് പറയുമ്പോൾ പലരും ചിന്തിക്കുന്നത് ഇതൊക്കെ വെറുതെയാണ്, ഉപദേശിമാരൊക്കെ പ്രസംഗിക്കുന്ന ഓരോ സങ്കല്പങ്ങളാണ്. ഇന്ന് ക്രൈസ്തവ മതത്തിൽ കാലം ചെയ്തതായ ഒരു സഭയുടെ മേലധ്യക്ഷൻ ഉണ്ടായിരുന്നു. താൻ ഒരിക്കൽ ഒരു പുതിയ സിദ്ധാന്തം കണ്ടുപിടിച്ചു. താൻ പറഞ്ഞ സിദ്ധാന്തത്തിനാണ് താൻ കാലം ചെയ്തു പോയി. ഇപ്പോൾ താൻ അവിടെ ഉണ്ടെന്ന് അംഗീകരിക്കുകയാണ്. താൻ പറഞ്ഞത് ഈ നരകമെന്നൊക്കെ പറയുന്നത് പെന്തക്കോസ്തുകാർ ജനത്തെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്ന കേവലം ഒരു കെട്ടുകഥയാണ്, അല്ലാതെ നരകം എന്ന് പറയുന്നൊരു യാഥാർത്ഥ്യമില്ല എന്ന് സ്ഥാപിച്ചിട്ട് തൻ്റെ ജനത്തെ വഞ്ചിച്ചു. കാലങ്ങൾ കഴിഞ്ഞു പോയി, താൻ കാലവും ചെയ്തു. ഇപ്പോൾ തനിക്കത് മനസ്സിലായി കാണും അത് ഉണ്ടെന്നുള്ളതിനെ കുറിച്ച്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നരകം യാഥാർത്ഥ്യമാണ്, അത് ഉണ്ട്, അത് തീപ്പൊയ്ക ഉണ്ട്, അഗ്നിഗന്ധകടലുണ്ട്. പാപത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ, രക്ഷയെ തള്ളിക്കളഞ്ഞ് ജീവിക്കുന്ന ഒരു മനുഷ്യൻ നരകത്തെ ചെന്ന് അവസാനിക്കും. ആ ദൈവത്തിന്റെ വചനം അടിവരയിട്ട് പറയുന്നു. ഇന്ന് ലോകത്തിലുള്ളതിലേക്ക് ഏറ്റവും ശക്തമായ യൂണിവേഴ്സിറ്റി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ആണല്ലോ. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പുറത്തിറക്കുന്ന ഓക്സ്ഫോർഡ് ഡിക്ഷണറിക്കകത്ത് നരകം എന്നതിന് വാക്കിന് കൊടുത്തിരിക്കുന്ന മീനിങ് എന്ന് പറഞ്ഞിരിക്കുന്നത്
നഷ്ടപ്പെട്ടവരുടെ മരണാനന്തര വീട് എന്നാണ്. എന്താണ് നഷ്ടപ്പെട്ടവരെന്ന് പറയുമ്പോൾ രക്ഷ നഷ്ടപ്പെട്ടവരുടെ മരണാനന്തര വീടാണ് നരകം. ഓക്സ്ഫോർഡ് ഡിക്ഷണറിയുടെ കണ്ടുപിടുത്തമാണ് ഞാൻ പറഞ്ഞത്. ലോകത്തിലെ ഏറ്റവും വലിയ സർവകലാശാലയായ ഓക്സ്ഫോർഡ് സർവകലാശാല പുറത്തിറക്കിയിരിക്കുന്ന ഡിക്ഷണറി പറയുന്നു, രക്ഷ നഷ്ടപ്പെട്ടു പോയവന്റെ മരണാനന്തര വീട് നരകമായിരിക്കും. ഇത് ഞങ്ങൾ മാത്രമല്ല പറയുന്നത്, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പറയുന്നു. ലോകത്തിലെ വിഖ്യാതമായ മറ്റൊരു ഡിക്ഷണറിയാണ് വെബ്സ്റ്ററുടെ ഡിക്ഷണറി. വെബ്സ്റ്ററുടെ ഡിക്ഷണറിക്കകത്ത് നരകത്തിന് വെബ്സ്റ്റർ കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനം എന്ന് പറഞ്ഞിരിക്കുന്നത്, നഷ്ടപ്പെട്ടവർ നിത്യമായി ശിക്ഷിക്കപ്പെടുന്ന പിശാചിന്റെ ആവാസ കേന്ദ്രമാണ് നരകം എന്ന് പറഞ്ഞിരിക്കുന്നത്. നഷ്ടപ്പെട്ടവർ എന്ന് വെച്ചാൽ രക്ഷ നഷ്ടപ്പെടുത്തി കളഞ്ഞവർ, ആത്മരക്ഷയെ നഷ്ടപ്പെടുത്തി കളഞ്ഞവർ, നിത്യമായി ശിക്ഷിക്കപ്പെടുന്ന പിശാചിന്റെ ആവാസ കേന്ദ്രമാകുന്നു നരകം. ഇത് പറഞ്ഞിരിക്കുന്ന വെബ്സ്റ്ററുടെ ഡിക്ഷണറിയാ. വീട്ടിൽ ചെന്ന് എടുത്ത് നോക്കി വായിച്ചു നോക്കിക്കോ. ആകെ പ്രിയപ്പെട്ട ദൈവമക്കൾ, നരകം യാഥാർത്ഥ്യമാണ്. ഭൂമിക്കടിയിലൊരു നരകമുണ്ടെന്ന് ദൈവത്തിന്റെ വചനം അത് അടുത്ത് വ്യക്തമായി പറയുന്നു. ഹെൻറി മോറിസ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനുണ്ട്. അദ്ദേഹത്തിന്റെ ദ ബൈബിൾ ഹാസ് ദ ആൻസർ എന്ന് പറയുന്ന പുസ്തകത്തിൽ താൻ പറയുന്നു, ഭൂപ്പരപ്പിന് കീഴെ നരകമുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണെന്ന് താൻ തെളിവ് സഹിതം സ്ഥാപിക്കുന്നത് കാണുവാൻ സാധിക്കുന്നു. 2002 ഓഗസ്റ്റ് മാസത്തിലെ സയന്റിഫിക് മാഗസിനായ ഡിസ്കവർ എന്ന് പറയുന്ന മാഗസിന്റെ പുറംചട്ടയിൽ ഒരു ചോദ്യചിഹ്നവും അതിന്റെ ആൻസറും കൊടുത്തിരുന്നു. എന്താണ് 2002 ഓഗസ്റ്റ് മാസത്തിൽ ഡിസ്കവർ മാഗസിന്റെ പുറംചട്ടയിലെ ചോദ്യം എന്തെന്നറിയാമോ? ഭൂമിക്കടിയിൽ വാസ്തവത്തിൽ എന്താണ്? ഇതായിരുന്നു ചോദ്യം. ഭൂമിക്കടിയിൽ വാസ്തവത്തിൽ എന്താണ്? അതിന്റെ അടിയിൽ ഉത്തരമെഴുതിയിട്ടുണ്ടായിരുന്നു, ഭൂമിക്കടിയിൽ അഗ്നി നരകം. ഇതായിരുന്നു ഡിസ്കവർ മാഗസിൻ അതിന്റെ ഓഗസ്റ്റ് മാസം 2002 കൊടുത്ത അതിന്റെ എഡിഷനിൽ കൊടുത്തിരുന്നതായ ആ ഒന്നാമത്തെ പുറംചട്ടയിലെ വാചകം. ഭൂമിക്കടിയിൽ വാസ്തവത്തിൽ എന്താണ്? ഉത്തരം, ഭൂമിക്കടിയിൽ അഗ്നി നരകം എന്നാ പറഞ്ഞിരിക്കുന്നത്. അമേരിക്കയുടെ പബ്ലിക് ബ്രോഡ്കാസ്റ്റിംഗ് സിസ്റ്റം ഒരിക്കൽ ഭ്രാന്തമായ ഭൂമിയെക്കുറിച്ച് ഒരു ബ്രോഡ്കാസ്റ്റിംഗ് റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് നടത്തുവാനിടയെത്തിരുന്നു. ആ ബ്രോഡ്കാസ്റ്റിംഗ് ഭ്രാന്തമായ ഭൂമിയുടെ അവസ്ഥയെക്കുറിച്ച് അവര് നടത്തിയ അമേരിക്കയുടെ പബ്ലിക് ബ്രോഡ്കാസ്റ്റിംഗ് സിസ്റ്റം നടത്തിയ ആ പ്രോഗ്രാമിന് അവർ കൊടുത്തിരുന്ന പേര് നരകത്തിന്റെ പുറന്തോട് എന്നാ കൊടുത്ത്. നരകത്തിന്റെ പുറന്തോട് എന്ന പേരിലാകുന്നു ഭ്രാന്തമായ ഭൂമിയെക്കുറിച്ച് അവർ ആ ബ്രോഡ്കാസ്റ്റിംഗ് സംവിധാനത്തിലൂടെ പ്രക്ഷേപണം ചെയ്ത പരിപാടിക്ക് കൊടുത്ത പേര്. ആകെ പ്രിയപ്പെട്ട ദൈവമക്കൾ, നരകം ഒരു യാഥാർത്ഥ്യമാണ്. അത് മനസ്സിലാക്കിക്കൊള്ളണം. ഭൂമിക്കടിയിൽ ഒരു നരകമുണ്ടെന്ന് സത്യവേദ പുസ്തകം അടിവരയിട്ട് സ്ഥാപിക്കുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായത്തിന്റെ 33-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പ്രവാചകൻ വിളിച്ചു പറയുന്നു, പണ്ട് തന്നെ ഒരു ദഹനസ്ഥലം ഒരുക്കിയിട്ടുണ്ടല്ലോ. വായിക്കാം, യെശയ്യാവ് 30-ന്റെ 33-ാം വാക്യം വായിച്ചാട്ടെ. പണ്ട് തന്നെ ഒരു ദഹനസ്ഥലം ഒരുക്കിയിട്ടുണ്ടല്ലോ, അത് രാജാവിനായിട്ടും ഒരുക്കിയിരിക്കുന്നു. അവൻ അതിനെ ആഴവും വിശാലവും ആക്കിയിരിക്കുന്നു. അടുത്തത്, അതിന്റെ ചിതയിൽ വളരെ തീയും വിറകുമുണ്ട്. അടുത്തത്, യഹോവയുടെ ശ്വാസം ഒരു ഗന്ധക നദി പോലെ അതിനെ കത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പണ്ട് തന്നെ ഒരു ദഹനസ്ഥലം ഒരുക്കപ്പെട്ടിരിക്കുന്നു. അത് രാജാക്കന്മാർക്കും കൂടെ ഉള്ളതാ. സാധാരണക്കാർക്ക് വേണ്ടി മാത്രമാണ്, രാജാക്കന്മാർക്കും കൂടെ ഉള്ളത്. അതിൻ്റെ ആഴത്തെ വളരെ വിസ്തൃതവും വളരെ വിശാലവുമൊക്കെ തമ്പുരാൻ നിർമ്മിച്ചു വെച്ചിരിക്കുക. കാര്യം, ഒരുപാട് പേരത് കിടക്കാനുണ്ടല്ലോ. രക്ഷിക്കപ്പെടാതെ ആത്മരക്ഷയെ പ്രാപിക്കാതെ ഒരു പാപിയായി മരിച്ചാൽ അവൻ്റെ നിത്യത ഈ ദുരിതപൂർണമായ നരകത്തിലായിരിക്കും. മനസ്സിലാക്കിക്കൊള്ളണം. നരകത്തിലെ മനുഷ്യൻ്റെ അവസ്ഥ സുഖകരമായ അവസ്ഥയല്ല കേട്ടോ. അവിടുത്തെ അവസ്ഥയെക്കുറിച്ച് തിരുവെടുത്ത് പറയുന്നു, അവിടെ തീയും ഗന്ധകവും കത്തിക്കൊണ്ടിരിക്കുക. നരകത്തിനകത്തോട്ട് ചെന്നാൽ തീയും ഗന്ധകവും കത്തിക്കൊണ്ടിരിക്കുക എന്ന് വെച്ചാൽ അവിടുത്തെ തീ കെട്ടുപോകുന്നില്ല. ഭൂമിക്കടിയിൽ ശാസ്ത്രവും അംഗീകരിക്കുന്നുണ്ട്, വേദപുസ്തകം അംഗീകരിക്കുന്നുണ്ട്. ശാസ്ത്രം പറയുന്നു, ഭൂമിയുടെ അധോഭാഗം സൂര്യന്റെ ഉപരിഭാഗത്ത് ഉപരിതലത്തിൽ ഉള്ളതിനേക്കാൾ ചൂട് ഭൂമിയുടെ അധോഭാഗത്തുണ്ടെന്ന് ശാസ്ത്രം പറയുമ്പോൾ തിരുവെടുത്ത് പറയുന്നു, ഭൂമിയുടെ അധോഭാഗം തീ കൊണ്ടെന്ന പോലെ മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. യോബിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ഭൂമിയുടെ അധോഭാഗം തീ കൊണ്ടെന്ന പോലെ മറിയുന്നു. തിളച്ചു
തിളച്ചു മറിയുന്നുണ്ട്. യോ പറയുമ്പോൾ സയൻസ് പറയുന്നു സൂര്യന്റെ ഉപരിതലത്തിലുള്ളതിനേക്കാൾ ചൂട് ഭൂമിയുടെ അധോഭാഗത്തുണ്ട്. ആകെ പ്രിയപ്പെട്ട ദൈവമക്കളെ, അവിടെ തീയുണ്ട്. ഗന്ധകം എന്ന് വെച്ചാൽ സൾഫറിന്റെ പ്രത്യേകത നമുക്കറിയാം. പള്ളിക്കൂടത്തിൽ നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളവരാ. പരീക്ഷണശാലയുടെ മുമ്പിലൂടെ പോകുമ്പോൾ സൾഫർ കത്തിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പെട്ടെന്ന് നമുക്ക് ശ്വാസം മുട്ടും. ഒരു പ്രത്യേകമായ ദുർഗന്ധം അവിടേക്ക് വമിക്കുവാൻ ഇടയായിത്തീരും. ആകയാൽ അവിടെ ഗന്ധകമാണ് നരകത്തിൽ സൾഫർ കത്തിക്കൊണ്ടിരിക്കുക. സൾഫർ കത്തുമ്പോൾ ശ്വാസം നമുക്ക് ലഭിക്കത്തില്ല. ശ്വാസം എടുക്കുവാൻ തന്നെ നമ്മൾ വളരെ ബുദ്ധിമുട്ടേണ്ടി വരും. നമ്മളെന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, അവിടെ പോകുന്ന പുള്ളിയുടെ കാര്യമാണ് പറഞ്ഞപ്പോൾ ഇങ്ങനെ അങ്ങ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. സ്തോത്രം. ആകയാൽ അവിടെ ചെന്നാൽ സൾഫർ കത്തിക്കൊണ്ടിരിക്കുന്നു. ജീവവായുവിന് വേണ്ടി മനുഷ്യൻ അവിടെ കൈകാലിട്ടടിക്കേണ്ടവരും. അവിടുത്തെ തീ കെട്ടുപോകുന്നില്ല, അവിടുത്തെ പുഴു ചത്തുപോകുന്നില്ല. ചത്തുപോകാത്ത പുഴുകൊണ്ടോ എന്ന് ചോദിക്കും. തീക്കകത്തുണ്ട്. സയൻസ് കണ്ടുപിടിക്കുന്നു, ഏതാണ്ട് അഗ്നിപർവ്വത സ്ഫോടനം നടന്നപ്പോൾ 250 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിലും സുലഭമായിട്ട് വാതകങ്ങൾ ഭക്ഷിച്ചും മൂലകങ്ങൾ തിന്നും ജീവിക്കുന്ന ഏതാണ്ട് റിഫ്റ്റിയ, 8 അടി നീളമുള്ള റിഫ്റ്റിയ എന്ന കുടൽപ്പുഴുക്കളെ സയന്റിസ്റ്റുകൾ കണ്ടെത്തി കഴിഞ്ഞിരിക്കുക. 8 അടി നീളമുള്ള കുടൽപ്പുഴുക്കൾ അത് നരകത്തിനകത്ത് കിടപ്പുണ്ടെന്ന്. ഈ സ്തോത്രം. അങ്ങോട്ട് ചെല്ലുന്നൊരു മനുഷ്യന്റെ അവസ്ഥ ചിന്തിച്ചു നോക്കണം. യെശയ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു, നിന്നെ വരവിങ്കൽ നിന്നെ എതിരേൽക്കുവാൻ കീഴെ പാതാളം നിന്റെ നിമിത്തം ഇളകിയിരിക്കുന്നു. അവിടുത്തെ അറേഞ്ച്മെന്റുകളോടെ പറഞ്ഞിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു കിടക്ക കിട്ടും. നരകത്തിലോട്ട് ചേർക്ക് ആദ്യം ഒരു കിടക്ക. ആ കിടക്ക എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ലള്ളപ്പിനേക്കാൾ നല്ല സ്പോഞ്ചായിരിക്കും. കാര്യം പുഴുവിന്റെ മേഘത്ത് ഒരുമാതിരി ഒരു രോമമുണ്ട്. ഇതെല്ലാം കൂടി ഞാൻ വളർന്നിങ്ങനെ മേലോട്ട് നിൽക്കായിരിക്കും. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പുഴുക്കള് ഇങ്ങനെ ഉയർന്നങ്ങോട്ട് നിൽക്കുന്ന ബെഡിലേക്ക് അവൻ എടുത്തിടുന്നത്. തിരുവെടുത്ത് പറയുന്നു, പുഴുക്കൾ നിനക്ക് കിടക്ക വിരിക്കും. അവിടെ ചെല്ലുമ്പോൾ ബെഡ് അതാ കിടക്കുന്നു, പുഴുവിന്റെ മേലോട്ടാണ് ഇടുന്നത്. എന്ന് വെച്ചാൽ എടുത്തിടുമ്പോൾ ഈ പുള്ളി ആദ്യം താഴോട്ടൊന്ന് പോയിട്ട് മെത്തേന്ന് മേലോട്ട് കയറി വരുമല്ലോ, അതുപോലെ മേലോട്ട് അവനിങ്ങോട്ട് കയറി വരും. അതിന്റെ പുഷ് ബാക്കിന്റെ സംവിധാനം അങ്ങനെ ആയിരിക്കും. മേലോട്ട് കയറി വരുമ്പോൾ അവരൊരു ബെഡ്ഷീറ്റ് കൊടുക്കും കേട്ടോ. നരകത്തിൽ ബെഡ്ഷീറ്റ് ഉള്ള കാര്യം പറയണമല്ലോ. നമ്മുടെ ട്രെയിനിൽ കിട്ടുന്നതിൻ്റെ ഒട്ടൊന്നുമല്ല. ട്രെയിനിൽ കിട്ടുന്നതിനെ കുറിച്ച് പേപ്പർ വായിച്ചല്ലോ, 2 മാസത്തിൽ ഒരിക്കലേ കഴിവത്തുള്ളൂ. ഇവിടുത്തെ പ്രത്യേകത കഴിവേണ്ട കാര്യമില്ല. ഇത് കൃമികളാണ്. കൃമികൾ നിനക്ക് പുതപ്പായിരിക്കും എന്ന് വെച്ചാൽ കാലേ കൂടെ കൃമികൾ ഇങ്ങനെ സംഘമായിട്ട് വന്ന് നെടഞ്ഞങ്ങോട്ട് കയറുവാനിടയായി തീരും. നരകത്തിലെ ഒരു മനുഷ്യന്റെ അവസ്ഥ ഇതാ. അവിടുത്തെ പുഴു ചത്തുപോകുന്നില്ല, അവിടുത്തെ തീ കെട്ടുപോകുന്നില്ല. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടായിരിക്കും. നരകത്തിലെ അവസ്ഥ എപ്പോഴും ഓർത്തോർത്ത് കരയും. നരകത്തിൽ ഓർമ്മകളുണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ. എത്രയോ സന്ദർഭങ്ങൾ ലഭിച്ചു, തള്ളിക്കളഞ്ഞല്ലോ എന്നോർത്തിട്ട് വിലപിക്കും, വിലപിക്കും. കരച്ചിൽ, പല്ലുകടി മറ്റൊരു ഭാഗത്ത് ഓർക്കുമ്പോൾ, ചിലതൊക്കെ ഓർക്കുമ്പോൾ ഈ പല്ല് കൂട്ടി അങ്ങ് കടിച്ചു പൊട്ടിക്കുകയാണ് ചെയ്യുന്നത്. സ്തോത്രം. പല്ലുകടി ഉണ്ടാകും. അടുത്തത് അവിടെ നിരാശയുണ്ട്, അവിടെ നിലവിളിയുണ്ട്, അവിടെ കൂരിരുട്ടുണ്ട്, അവിടെ അന്ധതമസുണ്ട്, ഇരുട്ടിന്റെ ചെങ്ങലകളുണ്ട്. നരകത്തിലെ അവസ്ഥ ഏതാ? ഇരുട്ടിന്റെ ചെങ്ങലകളാൽ അവിടെ ബന്ധിക്കപ്പെടും. പിശാചിനെ അങ്ങനെ ബന്ധിച്ചിട്ടിരിക്കുക. ഇരുട്ടിന്റെ ചെങ്ങലകൾ കൊണ്ടാണ് ബന്ധിച്ചിട്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ സ്പർശിക്കത്തക്ക ഇരുള്, അതാ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. മിസ്രയീം ദേശത്ത് ദൈവത്തിന്റെ ബാധയുണ്ടായപ്പോൾ അവിടുത്തെ ഇരുട്ട് നമ്മുടെ ഈ ഇവിടുത്തെ മുടിയൂർ കോണത്ത് ഇരുട്ട് പോകണമെന്നല്ല. ഇവിടെ ഇത്രയും ലൈറ്റ് ഇട്ടപ്പോൾ ഏതാണ്ട് 10,000 വാട്സിന്റെ ലൈറ്റും എല്ലാം കൂടെ വന്നപ്പോഴേക്കും ഇവിടെ നല്ല വെളിച്ചമായി കഴിഞ്ഞു. പക്ഷെ നരകത്തിലെ ഇരുട്ട് അങ്ങനെയല്ല. അത് ടച്ചബിൾ ആകുന്നു. സ്പർശിക്കത്തക്ക ഇരുട്ട്, ഇരുട്ടിന്റെ കട്ടകളായിരിക്കും. പ്രകാശം കൊണ്ട് ഇരുട്ടിനെ മാറ്റുവാൻ സാധിക്കത്തില്ല. അത് ടച്ചബിൾ ആയിട്ടുള്ള ഡാർക്ക്നെസ് എന്ന് വെച്ചാൽ അത് തൊടുവാൻ കഴിയുന്ന ഇരുട്ടിന്റെ കട്ടകളായിരിക്കും. മിസ്രയീമിൽ ആ കൂരിരുട്ടുണ്ടായി. അതാ പറഞ്ഞിരിക്കുന്നത്, ഒരുവനെ കണ്ടില്ല, ഒരുവനെ കാണുവാൻ കഴിയാത്ത വിധത്തിൽ. ടോർച്ചടിച്ചാൽ വെട്ടം മുന്നോട്ട് പോകത്തില്ല. പ്രിയപ്പെട്ട ദൈവമക്കൾ, ഒരുവനെ കാണുവാൻ കഴിയാത്ത വിധത്തിൽ ഇരുട്ടിന്റെ കട്ടകളായിരിക്കും നരകത്തിനകത്ത് കാത്തിരിക്കുന്നത്. അവിടെ രാപ്പകൽ ഒരു സ്വസ്ഥതയും ഉണ്ടായിരിക്കത്തില്ല. ആരെങ്കിലും അങ്ങോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇവിടെ ഇരിക്കുന്ന ഒരു വ്യക്തി പോലും നരകത്തിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അവിടുത്തെ അവസ്ഥ അത്രമാത്രം ദയനീയമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അവിടെ പോകുവാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആത്മരക്ഷയെ സ്വായത്തമാക്കിക്കൊള്ളണം. കർത്താവ് യേശുക്രിസ്തു വിഭാവനം ചെയ്തു, യേശുക്രിസ്തു അരുളി ചെയ്തതും അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും രക്ഷിക്കപ്പെട്ട അനേക മനുഷ്യർ ഇതാ സാക്ഷി നിൽക്കുന്നതുമായ ഈ രക്ഷയെ തിരസ്കരിക്കരുത്. ഇത് തിരസ്കരിച്ച് മുന്നോട്ട് പോയാൽ
വലിയ വില കൊടുക്കേണ്ടി വരും. അതിൻ്റെ ന്യായവിധിയിൽ നിന്ന് തെറ്റി ഒഴിയുവാൻ കഴിയത്തില്ല. ആകയാൽ ഈ രക്ഷ ഏറ്റെടുക്കണം. എന്താണ് ഈ രക്ഷയുടെ പ്രത്യേകത എന്നറിയാമോ? ഈ രക്ഷയ്ക്കൊരു നായകനുണ്ട്. അത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, യേശു ക്രിസ്തു രക്ഷാനായകനാകുന്നു. യേശു രക്ഷാനായകൻ എന്ന് വെച്ചാൽ താൻ അനുഭവിച്ച കഷ്ടങ്ങളിലൂടെ കർത്താവ് ഈ രക്ഷയെ നമുക്ക് നേടിത്തരികയുണ്ടായി. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവാണ് ഈ രക്ഷയുടെ നായകൻ. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ തിരുപ്പിറവിയെക്കുറിച്ച് അവൻ്റെ അമ്മയ്ക്ക് ദൈവത്തിൻ്റെ ദൂതൻ സന്ദേശം കൊടുക്കുമ്പോൾ ഗബ്രിയേൽ മാലാഖ വന്ന് മറിയയോട് പറയുന്നൊരു വാക്കുണ്ട്. യേശു ജനിക്കുവാൻ പോകുന്നുള്ള സന്തോഷ വാർത്ത മറിയയോട് പറയുമ്പോൾ അവളുടെ ഉദരത്തിൽ യേശു ഉരുവാകുവാൻ പോകുന്നു എന്നുള്ള സന്തോഷ വാർത്ത ഗബ്രിയേൽ മാലാഖ മറിയയോട് പറയുമ്പോൾ പറയുകയാണ് ചെയ്യുന്നത്, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും വിടുവിക്കുവാൻ ഇരിക്കുന്നത് കൊണ്ട് അവന് യേശു എന്ന് പേരിടണം. ആ പേരിൻ്റെ അർത്ഥം ഇന്നത്തെ കൂട്ട് അർത്ഥമില്ലാത്ത പേരല്ല. സ്തോത്രം. പേരിടുമ്പോൾ അവന് പേരിടണം യേശു. കാരണം അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും വിടുവിക്കുവാൻ ഇരിക്കുന്നു. പാപങ്ങളിൽ നിന്നും വിടുവിക്കുവാൻ ഒരുത്തൻ ലോകത്തിൽ അവതരിച്ചു. അവന് യേശു എന്ന് പേരിടണം. അവനോട് നമ്മുടെ രക്ഷയുടെ നായകൻ, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവാണ് രക്ഷാനായകൻ. അവൻ പാപങ്ങളിൽ നിന്ന് മനുഷ്യനെ വിടുവിക്കാൻ. നമുക്കറിയാം, ലൂക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ 2-ാം അധ്യായത്തിൽ ഒരു സംഭവം കാണാൻ സാധിക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ ആശ്വാസത്തിന് വേണ്ടി കാത്തിരുന്ന നീതിമാനും ഭക്തനുമായൊരു വയോധികനുണ്ടായിരുന്നു. അവൻ്റെ പേര് ശിമ്യോൻ എന്നാണ്. വയസ്സ് അങ്ങേയറ്റത്തെത്തിയിരിക്കുക, പക്ഷെ മരിക്കുന്നില്ല. കാരണം എന്തെന്നറിയാമോ? കർത്താവ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശിമ്യോനോട് സംസാരിച്ചു, നമ്മുടെ കർത്താവിൻ്റെ ക്രിസ്തുവിനെ നിന്റെ കണ്ണുകൊണ്ട് കാണുന്നിടവരെയും നീ മരിക്കത്തില്ല. ഈ ഒരു വാഗ്ദത്തം ശിമ്യോന് ലഭിച്ചു. വയസ്സ് അങ്ങേ തലക്കിലെത്തി. എത്ര എന്ന് പറയാൻ സാധിക്കത്തില്ല. പക്ഷേ പാവപ്പെട്ടവർ മരിക്കാൻ കഴിയുന്നില്ല. കാരണം പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടുണ്ട്, കർത്താവിൻ്റെ ക്രിസ്തുവിനെ കണ്ണുകൊണ്ട് കാണുന്നിടം വരെ നീ മരിക്കത്തില്ല. ഇസ്രായേലിന്റെ ആശ്വാസത്തിന് വേണ്ടി കാത്തിരുന്ന നീതിമാനും ഭക്തനുമായ ശിമ്യോൻ, അവനെ ഞാൻ ഓരോ ദിവസവും തള്ളി നീക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം പരിശുദ്ധാത്മാവ് പറഞ്ഞു ആലയത്തിലേക്ക് പോകുവാൻ. അവൻ ദൈവത്തിൻ്റെ ആലയത്തിൽ ചെന്നു. നോക്കിയപ്പോൾ ഇതാ 100 കണക്കിന് കുട്ടികളെ യെരുശലേം ദേവാലയത്തിൽ കൊണ്ടുവന്ന് സമർപ്പിക്കുവാൻ വേണ്ടി മാതാപിതാക്കൾ എടുത്തുകൊണ്ട് ആലയത്തിലേക്ക് വരികയാണ്. ഈ സന്ദർഭത്തിൽ യോസഫും മറിയും യേശു കുഞ്ഞിനെ എടുത്തുകൊണ്ട് ആലയത്തിലേക്ക് കടന്നു വരുമ്പോൾ കടന്നു വരുന്ന 100 കണക്കിന് ആൾക്കാരുടെ ഇടയിൽ ഇതാരാണെന്ന് അറിയുവാൻ വേണ്ടി ശിമ്യോന് ഞാൻ ഓരം പറ്റി വഴിയുടെ വീതിയുടെ ഓരം പറ്റി നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ശിമ്യോനോട് പറഞ്ഞു, ദാ വരുന്നു, ആ കുഞ്ഞിനെ നീ എടുത്തുകൊള്ളുക, അവനാണ് നമ്മുടെ കർത്താവിൻ്റെ ക്രിസ്തു. ആ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേട്ടപ്പോൾ ആ വയോധികൻ ഓടിച്ചെന്ന് മറിയുടെ കയ്യിൽ നിന്ന് യേശു കുഞ്ഞിനെ കരങ്ങളിൽ ഏറ്റുവാങ്ങിക്കിട്ട് അവൻ ഉറക്കെ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന രക്ഷയെ എന്റെ കണ്ണുകൊണ്ട് കണ്ടല്ലോ. ഇപ്പോൾ നാദാ അടിയനെ സമാധാനത്തോടെ നീ വിട്ടയക്കണമേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവ് യേശു ക്രിസ്തുവിനെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് കയ്യിൽ കൊടുത്തിട്ട് ശീമോൻ മടങ്ങിപ്പോയി മരിച്ചു. എന്തായിരുന്നു ശീമോന്റെ നിയോഗം? സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന രക്ഷയെ എന്റെ കണ്ണുകൊണ്ട് കണ്ടല്ലോ. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മാനവജാതിയുടെ രക്ഷകനാകുന്നു. അതുകൊണ്ട് തിമോഥെയോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ക്രിസ്തുയേശു പാപികളെ രക്ഷിക്കുവാൻ ലോകത്തിൽ വന്നുവെന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിക്കുവാൻ യോഗ്യവുമായ വചനമാണ്. അതിനെതിരായിട്ട് നിൽക്കുവാൻ ഒരു വചനവുമില്ല. അതിനെ തിരസ്കരിക്കുവാൻ ആർക്കും കഴിയത്തില്ല. കാരണം ലോകത്തിൽ അവതാര പുരുഷന്മാർ അനേകർ ലോകത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ക്രിസ്തുയേശു പാപികളെ രക്ഷിക്കുവാൻ ലോകത്തിൽ അവതരിച്ചു. അതാണ് സത്യം. ലോകത്തിൽ ഏതെങ്കിലും അവതാരങ്ങളെ പോലെ ഒരു അവതാരമായിട്ടല്ല യേശു വന്നത്. പാപികളെ രക്ഷിക്കുവാൻ ലോകത്തിൽ യേശു ക്രിസ്തു അവതരിച്ചു. എന്താണ് കർത്താവ് യേശു ക്രിസ്തു തൻ്റെ ജീവിതത്തിലൂടെ തൻ്റെ മരണത്തിലൂടെ വിഭാവനം ചെയ്യുന്ന രക്ഷ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്? ആ രക്ഷയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പാപത്തിന്റെ ശക്തിയിൽ നിന്നും പാപത്തിന്റെ അധികാരത്തിൽ നിന്നും പാപത്തിന്റെ ശിക്ഷയിൽ നിന്നും ഒരു മനുഷ്യൻ വിടുവിക്കപ്പെടുന്ന അവസ്ഥയാണ് അവന്റെ രക്ഷ എന്ന് പറയുന്നത്. അപ്പൊ രക്ഷ എന്ന് പറയുമ്പോൾ 3 കാര്യങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ട് ദൈവമക്കളെ. 1 പാപത്തിന്റെ ശക്തി, 2 പാപത്തിന്റെ അധികാരം, 3 പാപത്തിന്റെ ശിക്ഷ.
ഈ 3 കാര്യങ്ങളിൽ നിന്നും ഒരു വ്യക്തി വിടുവിക്കപ്പെടും. നീ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം പാപത്തിൻ്റെ ശക്തി ഇനിമേൽ നിന്റെ മേൽ വ്യാപരിക്കത്തില്ല. 3, പാപം നിന്റെ മേൽ കർത്തൃത്വം നടത്തത്തില്ല. പാപത്തിന് നിന്റെ മേൽ അധികാരമില്ല. 3, പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നും നീ വിടുവിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ പാപത്തിൻ്റെ ശക്തിയിൽ നിന്നും, പാപത്തിൻ്റെ അധികാരത്തിൽ നിന്നും, പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നും ഒരു വ്യക്തി വിടുവിക്കപ്പെടുന്നത് അവൻ ആത്മരക്ഷയെ പ്രാപിക്കുന്നതിലൂടെയാണ്. ഇത്ര വലിയ രക്ഷയെ സ്വായത്തമാക്കുന്നതിലൂടെയാണ്. ആകയാൽ രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തി മരണത്തിൽ നിന്നും, മരണഭയത്തിൽ നിന്നും, ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്നും വിടുവിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു കാൽവറിയിൽ ചൊരിഞ്ഞ രക്തമാണ് ആ രക്ഷയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 1-3 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വിശുദ്ധ പൗലോസ് പ്രകാരം പറയുകയാണ് ചെയ്യുന്നത്, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെടുത്തുകളും പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അത് ആർക്കും നിഷേധിക്കുവാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യമാണ്. ചരിത്രം അതിന് സാക്ഷിയാണ് ദൈവമക്കളെ. അതുകൊണ്ട് തിരുവെടുത്ത് വിളിച്ചു പറയുകയാണ്. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു പറയുന്നു, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അവനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അവൻ അധികാരം കൊടുത്തിരിക്കുന്നു. ദൈവമക്കൾ എന്ന് പറയുന്ന ഒരു അധികാരമാണ്. കാരണം തിരുവെടുത്ത് വിളിച്ചു പറയുന്നു, പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകൻ എന്ന് പറയുന്നു. പാപത്തിൽ ജീവിക്കുന്ന ഒരുത്തൻ പിശാചിന്റെ മകനാണ്. അവന്റെ അപ്പൻ പിശാചാണ്. അവന്റെ അപ്പന്റെ മോഹങ്ങളെ ചെയ്യുവാൻ അവൻ ആഗ്രഹിക്കുന്നു. അവൻ ആദ്യം മുതൽ ഫോഷ്കു പറയുന്നവനാണ്. ഫോഷ്കു പറയുന്നവന് അവന്റെ അപ്പനുമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, പാപത്തിൽ ജീവിക്കുന്നോ നീ സാത്താന്റെ മോന. ഇവിടെ ഇരിക്കുന്ന ഒരു വ്യക്തി പോലും, അടുത്ത മകളിൽ ഞങ്ങളെ കേൾക്കുന്ന ഒരു വ്യക്തി പോലും സാത്താന്റെ മക്കളായി തീരാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന്റെ മക്കൾ, ദൈവത്തിന്റെ മക്കൾ എന്ന് പറയുന്നത് ഒരു വലിയ അധികാരമാണ്. ആ വാക്കിനകത്തൊരു അധികാരമുണ്ട്. ദൈവവൈതലാണെന്ന് പറഞ്ഞോ സാത്താൻ അലറി വിളിച്ച് ഓടാൻ തുടങ്ങും. അവൻ ഭയപ്പെട്ട് വിറയ്ക്കാൻ തുടങ്ങും. അവന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുവാൻ തുടങ്ങും. ആകയാൽ അവനെ കൈക്കൊള്ളുവിൻ. യേശുവിനെ നിന്റെ ജീവിതത്തിൽ കൈക്കൊള്ളുവിൻ. അവനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുവിൻ. ദൈവം നിനക്കൊരു അധികാരം തരുന്നു. എന്താ അധികാരം? ദൈവമക്കൾ. ആകയാൽ ഇന്നു മുതൽ നമുക്ക് വിളിച്ചു പറയാം, ഞാൻ ദൈവത്തിന്റെ പൈതലാണ്, ദൈവമക്കളാണ്. കാരണം യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ വിളിച്ചു പറയുന്നു, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. മാനവജാതിയുടെ പാപത്തിന് പ്രായശ്ചിത്തം വരുത്തുവാൻ ലോകത്തിൽ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. അത് നസ്രായന്റെ രക്തമാണ്. നസ്രായൻ കാൽവറിയിൽ ചൊരിഞ്ഞ രക്തമാണ്. പാപമോചനത്തിന് വേണ്ടി മനുഷ്യൻ എത്രയോ മാർഗങ്ങൾ തേടുകയാണ്. എവിടെയെല്ലാം പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നു, എന്തെല്ലാം ദാനധർമ്മങ്ങൾ ചെയ്യുന്നു. പക്ഷേ അതുകൊണ്ടൊന്നും അവന് സാധിക്കുന്നില്ല. എന്തുകൊണ്ടെന്നറിയാമോ? അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ വിശുദ്ധ പത്രോസ് വിളിച്ചു പറഞ്ഞു, മറ്റൊരുത്തനിലും രക്ഷയില്ല. ലോകത്തിൽ അനേകർ കടന്നു വന്നിട്ടുണ്ട്. ആചാര്യ ഗുരുക്കന്മാരുണ്ട്, സഭാ നേതൃത്വത്തിലുള്ളവരുണ്ട്, മതസ്ഥാപകരുണ്ട്. പക്ഷെ തിരുവെടുത്ത് വിളിച്ചു പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ഈ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് നമ്മുടെ കർത്താവിന്റെ നാമമാണ്. സകല ജാതികളുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന രക്ഷയാണ്. അവൻ ജനത്തെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കുന്നവനാണ്. അതിനുവേണ്ടിയാണ് നസ്രായൻ കാൽവറിയിൽ തന്റെ രക്തം ചീന്തിയത്, അവന്റെ പ്രാണനെ മരണത്തിന് ഒഴുക്കിക്കളഞ്ഞത്. ഈ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ ദൈവത്തിന്റെ ശിക്ഷയുണ്ട്. നിത്യനരകം നിനക്ക് ഒരുക്കപ്പെടും. ആകയാൽ അത് സംഭവിക്കരുത്. മനുഷ്യനൊന്ന് പ്രയത്നം ചെയ്യും അവൻ്റെ പാപങ്ങളിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ, പാപക്ഷമ പ്രാപിക്കുവാൻ. അവൻ ചെയ്യുന്നതിനനുസരിച്ച്, അവൻ പ്രയത്നിക്കുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും പാപത്തിലേക്ക് അവൻ പോകുക. ഒരിക്കലൊരു പാപിയായ മനുഷ്യൻ ഇപ്രകാരം ഒരു ദർശനം കണ്ടു. അവൻ കണ്ട ദർശനം ഇതാണ്. അവൻ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ, അവൻ ഉറങ്ങിക്കിടക്കുക. അവൻ നോക്കുമ്പോൾ തേജസ്സേറിയവനായ യേശു അവൻ്റെ വീടിൻ്റെ വാതിൽക്കൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. വീടിൻ്റെ വാതിൽക്കൽ തേജസ്സേറിയവനായ യേശു വന്ന് നിൽക്കുന്നു. യേശുവിനെ കണ്ടപ്പോൾ ഈ മനുഷ്യന് ഭയങ്കരമായ ഒരു പ്രയാസം തോന്നി. കാരണം തൻ്റെ മുറി മുഴുവൻ അഴുക്കായി കിടക്കുക, സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ടിരിക്കുക. സ്തോത്ര, തുണികളൊരു ഭാഗത്ത്, പുസ്തകങ്ങളൊരു ഭാഗത്ത്, വേസ്റ്റ് ഒരു ഭാഗത്ത്, ഇത് പല ഭാഗത്ത് പലതും ചിതറിക്കിടക്കുക. കണ്ടിട്ടില്ലേ? ചിലപ്പോഴൊക്കെ നമ്മൾ പറയാതെ വിസിറ്റിങ്ങിന് ചെല്ലുമ്പോൾ ചിലയിടത്തൊക്കെ ഇതൊക്കെ സംഭവിക്കാറുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവ് തമ്പുരാൻ പറയാതെ വിസിറ്റിങ്ങിന് ചെന്നപ്പോൾ അവസ്ഥ ഇതാ. വീട് മുഴുവനും ഇതാ
അഴുക്ക് പിടിണ്ട് കിടക്കുന്നു, സാധനങ്ങൾ ചിതറിക്കിടക്കുന്നു. തേജോമയനെ യേശുവിനെ കണ്ടിട്ട് മനുഷ്യൻ പെട്ടെന്ന് തറ വൃത്തിയാക്കാൻ തുടങ്ങി, സാധനങ്ങൾ വീണ്ടും അടുക്കി പറക്കാൻ തുടങ്ങി, വേസ്റ്റുകളെല്ലാം മാറ്റാൻ തുടങ്ങി. അവൻ എത്രമാത്രം ശ്രമിക്കുന്നു അത്രത്തോളം വീണ്ടും അഴുക്കാകിയാണ്, വീണ്ടും അലങ്കോലപ്പെടുകയാണ്. ഒടുവിൽ അവനങ്ങ് തളർന്നിട്ട് കർത്താവിന്റെ കാൽക്കൽ ചെന്നിട്ട് കാലിലങ്ങ് വീണിട്ട് പറഞ്ഞു, കർത്താവേ എന്നെ കൊണ്ട് കഴിയുന്നില്ല, നീ എന്റെ വീട്ടിൽ വരുവാൻ ഞാൻ യോഗ്യനല്ല കർത്താവേ. അവൻ വിളിച്ചു പറഞ്ഞു. ആ ശബ്ദം കേട്ടപ്പോൾ കർത്താവ് നേരെ ആ വീട്ടിനകത്തേക്ക് കടന്നു ചെന്നു. വീട്ടിനുള്ളിൽ കടന്നപ്പോൾ കണ്ട കാഴ്ച, അഴുക്കുകളെല്ലാം സ്വയം മാറി, സാധനങ്ങളെല്ലാം ശരിയായി അതാത് സ്ഥലത്ത് പോയിരുന്നു. വീടുകൾ വളരെ അടുക്കും ചിട്ടയുമായി ക്രമപ്പെടുത്തിയതുപോലെ അവന് വിസ്മയം തോന്നി. അവന് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. ഒരു വലിയ യാഥാർത്ഥ്യം മനസ്സിലാക്കി കൊടുത്തു. നീ നിന്റെ ജീവിതത്തിൽ സ്വയം പ്രയത്നിക്കുകയാണ്, നിന്നെ തന്നെ വിശുദ്ധനാക്കുവാൻ, നിന്നെ ക്രമീകരിക്കുവാൻ, നിന്നെ നല്ലവനാക്കുവാൻ. പക്ഷെ നിന്റെ പ്രയത്നങ്ങൾ കൊണ്ട് സാധിക്കത്തില്ല സഹോദര. നീ ചെയ്യേണ്ടത്, നീ കർത്താവിന്റെ കാൽക്കൽ ചെന്നങ്ങ് വീണിട്ട് പറ, അപ്പോ എനിക്ക് കഴിയുന്നില്ല, ഞാൻ പാപിയായ ഒരു മനുഷ്യൻ, എനിക്ക് സാധിക്കില്ല കർത്താവേ. നീ ആ കാൽക്കൽ ചെന്ന് വീഴെങ്കിൽ അവൻ നിന്റെ ഹൃദയത്തിലേക്ക് വരും, അവൻ നിന്റെ ജീവിതത്തിലേക്ക് വരും. അവൻ നിന്റെ ജീവിതത്തിലേക്ക് വന്നാൽ നിന്റെ സകല അശുദ്ധികളും മാറ്റപ്പെടും, സകല ജീവിതത്തിലെ ദുഷ്ടതകളും മാറ്റപ്പെടും. നിന്റെ ജീവിതത്തിൽ അലങ്കോലപ്പെട്ട് കിടക്കുന്ന എല്ലാം മാറ്റപ്പെട്ടിട്ട് ക്രമപ്പെടുവാനിടയായി തീരും. ആകയാൽ കർത്താവിന് നീ ഇടം കൊടുക്കുവിൻ, യേശുവിന്റെ രക്ഷയെ സ്വായത്തമാക്കിക്കൊള്ളുവിൻ. അതാ ഇവിടെ നമ്മൾ വായിച്ചത് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു തുടങ്ങിയ രക്ഷ. അത് മാത്രമല്ല, പരിശുദ്ധാത്മാവിനെ സഭയ്ക്കകത്ത് തന്നിട്ട് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും നമുക്ക് ഉറപ്പിച്ചു തന്നിരിക്കുന്ന ഈ രക്ഷ, അനേകർ അനുഭവ സമ്പന്നരായി ഈ രക്ഷയെ സ്വായത്തമാക്കി ദൈവസന്നിധിയിൽ രക്ഷയുടെ സന്തോഷം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആയിരങ്ങളുടെ സാക്ഷികളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ് ചെയ്യുന്നത്, മുന്നറിയിപ്പുകളെ അവഗണിക്കരുത്, അരുളി ചെയ്തവനെ നിരസിക്കാതിരിപ്പാൻ നീ സൂക്ഷിച്ചുകൊള്ളുവീൻ. ഈ രക്ഷയെ നീ ഗണ്യമാക്കാതെ പോയാൽ വരുവാൻ പോകുന്ന ശിക്ഷാവധിയൊന്നും എങ്ങനെ തെറ്റി ഒഴിയുവാൻ സാധിക്കും? രണ്ടാമത്തെ മുന്നറിയിപ്പിലേക്ക് നമുക്ക് കടന്നു പോകാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവജനത്തിന് സഭയ്ക്ക് നൽകുന്ന രണ്ടാമത്തെ മുന്നറിയിപ്പ്. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ വിശുദ്ധ പൗലോസ് ലംഘിച്ചാൽ ശിക്ഷാവിധി ലഭിക്കുവാൻ കാരണമാകുന്ന മറ്റൊരു മുന്നറിയിപ്പിനെ നമുക്ക് തരുന്നു. വായിക്കാം. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. നിങ്ങളിൽ ആർക്കും അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാനുള്ള വാഗ്ദത്തമുണ്ട്, നിങ്ങളിൽ ആർക്കും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ ഭയപ്പെടുക. അടുത്തത്, അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു, എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായ്കൊണ്ട്, കേട്ടവരിൽ ഈ സദ്വർത്തമാനം കേട്ടവരിൽ അത് വിശ്വാസമായി പരിണമിക്കായ്കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല, ആരുപകാരവും ഉണ്ടായില്ല. അടുത്തത്, വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നു. വിശ്വസിച്ചവരായ നാമല്ലോ ആ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇവിടെ 3 കാര്യങ്ങൾ കാണാം. ദൈവത്തിന്റെ സ്വസ്ഥത, 2 വിശ്വസിക്കാത്ത ഒരു കൂട്ടർ, 3 വിശ്വസിക്കുന്ന ഒരു കൂട്ടർ. തിരുവെടുത്ത് നമുക്ക് മുന്നറിയിപ്പ് തരുന്നു. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാൻ കർത്താവ് നമുക്ക് വിലയേറിയ വാഗ്ദത്തം തന്നിട്ടുണ്ട്. പക്ഷേ ആ വാഗ്ദത്തം സ്വായത്തമാക്കി അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാനുള്ള ഭാഗ്യം ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കുവാൻ നിങ്ങൾ ഭയപ്പെട്ടോണം. നമ്മളെപ്പോലെ അവരും സദ്വർത്തമാനം കേട്ടവരാണെങ്കിലും കേട്ടവരിൽ അത് വിശ്വാസമായി പരിണമിക്കായിക്കൊണ്ട് അവർക്ക് ഉപകാരമുണ്ടായില്ല. പക്ഷെ കേട്ട് വിശ്വസിച്ച നമ്മൾ ആ സ്വസ്ഥതയിലേക്ക് പ്രവേശിച്ചു. ആകയാൽ ഇവിടെ ഓർപ്പിക്കുന്നു, ആ സ്വസ്ഥത നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻ ഭയപ്പെടുക എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ രണ്ടാമത്തെ മുന്നറിയിപ്പ് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ലോകത്തിലെ ഏത് മനുഷ്യൻ്റെ ആഗ്രഹമാണ് സ്വസ്ഥതയുള്ളൊരു ജീവിതം ലോകത്തിൽ നയിക്കണം എന്നുള്ളത്. അതിനുവേണ്ടി മനുഷ്യൻ എന്തെല്ലാം ചെയ്യുന്നു. ലോകത്തിൽ മനുഷ്യൻ്റെ അവസ്ഥ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ആധുനിക മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നം അവന് സ്വസ്ഥതയില്ല. ലോകത്തിലെല്ലാം ഉണ്ട്. സമ്പത്തുള്ളവന് സ്വസ്ഥതയുണ്ടോ? ചിലരിക്കും കുറച്ച് പണം കിട്ടിയാൽ സ്വസ്ഥതയാവുന്നു. പണമുള്ളവനോട് ചോദിക്കണം, അവൻ ഉറങ്ങിയിട്ട് എത്ര നാളായെന്ന്. സ്തോത്രം. അവന് സ്വസ്ഥതയില്ല. സമ്പത്ത് മനുഷ്യന് സ്വസ്ഥത കൊടുക്കുന്നില്ല. സ്ഥാനമാനങ്ങൾ മനുഷ്യന് സ്വസ്ഥത കൊടുക്കുന്നില്ല. പദവികൾ സ്വസ്ഥത കൊടുക്കുന്നില്ല. സൗന്ദര്യം സ്വസ്ഥത കൊടുക്കുന്നില്ല. വലിയ വീട്
വീട് സ്വസ്ഥത കൊടുക്കുന്നില്ല. ബഹുനില കെട്ടിടങ്ങൾ, ആഡംബര വാഹനങ്ങൾ, ഇതൊന്നും മനുഷ്യന് സ്വസ്ഥത കൊടുക്കത്തില്ല. നമുക്കറിയാം, വിശ്വസുന്ദരിമാരായി മത്സരിച്ച് ജയിച്ച എത്രയോ പേർ ആത്മഹത്യയിൽ ജീവിതം അവസാനിപ്പിച്ചു. എത്രയോ വിഖ്യാതരായ ഫിലിം സ്റ്റാറുകൾ, എത്രയോ ആക്ട്രസസുകൾ അവരുടെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ട് അവർ ആത്മഹത്യ ചെയ്യുവാൻ ഇടയായി തീർന്നു. ലോകത്തിൽ അറിയപ്പെട്ട എത്രയോ മാന്യരായ മനുഷ്യർ അവർ അവസാനം ജീവിതത്തിൽ സമാധാനമില്ലാതെ ആത്മഹത്യ ചെയ്യുവാൻ ഇടയായി തീർന്നു. എൽവിസ് പ്രസ്ലി, നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കും. ഒരു കാലത്ത് വിഖ്യാതനായ ഒരു പോപ്പ് ഗായകനായിരുന്നു. വളരെ ഫേമസ് ആയിട്ടുള്ള, വളരെ പ്രശസ്തനായ എൽവിസ് പ്രസ്ലി തൻ്റെ ജീവിതത്തിൽ ലക്ഷക്കണക്കിന് ആരാധകർ തനിക്കുണ്ട്. സമ്പത്തിന് കണക്കില്ല. ആഡംബര സദൃശമായ ജീവിതം. കോടിക്കണക്കിന് രൂപ വിലയുള്ള ഒരു കാഡിലാക് കാർ തനിക്കുണ്ടായിരുന്നു. ആ കാഡിലാക് കാറിന്റെ ഫിറ്റിംഗ്സുകൾ എന്ന് പറയുന്നത് 18 ക്യാരറ്റ് സ്വർണം കൊണ്ട് നിർമ്മിച്ചതാണ്. അതിന്റെ പെയിന്റ് രത്നങ്ങൾ കലക്കി ചാലിച്ചാണ് പെയിന്റ് അടിച്ചിരിക്കുന്നത്. അത്ര വിലയേറിയ കോടിക്കണക്കിന് വിലയുള്ള കാഡിലാക് കാർ സ്വന്തമായിട്ടുള്ള എൽവിസ് പ്രസ്ലി. അടുത്തത് അവന് 3 ജെറ്റ് വിമാനങ്ങൾ സ്വന്തമായിട്ടുണ്ടായിരുന്നു. സകല ആഡംബരങ്ങളും. ഒരിക്കൽ അവന്റെ ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ടായി. ഒരു പ്രത്യേക ബ്രാൻഡിൽപ്പെട്ട ഐസ്ക്രീം വാങ്ങിക്കണം. പക്ഷെ അവന്റെ പട്ടണത്തിൽ ഐസ്ക്രീം ഇല്ല. അടുത്ത പട്ടണത്തിലേക്ക് ഒരു ജെറ്റ് വിമാനം പറത്തി അടുത്ത പട്ടണത്തിൽ ചെന്ന് ലാൻഡ് ചെയ്തിട്ട് ഒരു പ്രത്യേക ഹോട്ടലിൽ ചെന്നിട്ട് ആ പ്രത്യേക ഐസ്ക്രീം വാങ്ങിച്ചിട്ട് ജെറ്റ് വിമാനത്തിൽ അവന്റെ ഭവനത്തിലേക്ക് അവൻ മടങ്ങി വന്നു. അത്ര ആഡംബര സമൃദ്ധമായ ജീവിതം നയിച്ചുകൊണ്ടിരുന്ന എൽവിസ് പ്രസ്ലി. പക്ഷേ അവന്റെ ജീവിതത്തിൽ വ്യക്തിപരമായി സമാധാനം ഉണ്ടായിരുന്നില്ല. മയക്കുമരുന്നിന് അടിമപ്പെട്ടു. അവന്റെ കുടുംബജീവിതം തകർന്നു. ഒടുവിൽ ഡൈവോഴ്സിലെത്തി. അവൻ ആത്മഹത്യ ചെയ്ത് അവന്റെ ജീവിതം അവസാനിപ്പിച്ചു. മറ്റൊരു പോപ്പ് ഗായകനാണല്ലോ നമുക്ക് എല്ലാവർക്കും അറിയാം, മൈക്കിൾ ജാക്സൺ. ഈ കഴിഞ്ഞ തലമുറയിൽ ലോകത്തെ ഇത്രമാത്രം സ്വാധീനിച്ച മറ്റൊരു പോപ്പ് ഗായകനും ഉണ്ടായിട്ടില്ല. മൈക്കിൾ ജാക്സൺ എന്തായിരുന്നു സംഭവിച്ചത്? എത്രയോ കോടിക്കണക്കിന് ആരാധക വൃന്ദങ്ങൾ, എത്രയോ കോടിക്കണക്കിന് ഡോളറിന്റെ സമ്പാദ്യങ്ങൾ, എത്രയോ ഉന്നതമായ സ്ഥാനങ്ങൾ, ആദരവ്. പക്ഷെ അവന്റെ ജീവിതത്തിൽ സമാധാനമില്ല. ഡ്രഗ്സിന് അവൻ അടിമപ്പെട്ടു. മദ്യത്തിന്, മയക്കുമരുന്നിന് അടിമപ്പെട്ടു. അവന്റെ ആന്തരിക അവയവങ്ങൾ മുഴുവനും ദ്രവിച്ചുപോയി. ഒടുവിൽ അവൻ നിരാശനായി മയക്കുമരുന്നിന് അടിമപ്പെട്ട് ലോകത്തിൽ നിന്ന് വിടവാങ്ങേണ്ടി വന്നു. കാരണം എന്നറിയാമോ? സ്ഥാനമുണ്ട്, മാനമുണ്ട്, പക്ഷേ ജീവിതത്തിൽ സമാധാനമില്ല, സ്വസ്ഥതയില്ല. നമുക്കറിയാം ജസ്റ്റിൻ ബീബറെ കുറിച്ച്. ഈ തലമുറയിലെ ഏറ്റവും യൗവനക്കാട് ഹരമായിരിക്കുന്ന പോപ്പ് ഗായകൻ ജസ്റ്റിൻ ബീബർ. അവൻ കാറോട്ട മത്സരത്തിൽ വിഖ്യാതനായ ജസ്റ്റിൻ ബീബർ. അവൻ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടു. ഒരിക്കൽ അവൻ പള്ളിയിൽ വന്ന് അച്ഛനോട് പറഞ്ഞു, അച്ഛോ, എനിക്ക് ഒരിക്കൽ കൂടെ സ്നാനം തരണം. മലയാള മനോരമ പത്രത്തിൽ വന്ന വാർത്തയാണ്. വിദേശമെന്ന പേജിന്റെ അതിന്റെ ബോർഡറിന്റെ മേളിൽ, ബ്രാക്കറ്റിന് മേളിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു വാർത്ത, ജസ്റ്റിൻ ബീബറിന്റെ മാനസാന്തരം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവൻ പറഞ്ഞു, അച്ഛനോട്, അച്ഛാ എനിക്ക് മാമോദിസം മുങ്ങണം. കുഞ്ഞുനാൾ മാമോദിസം മുങ്ങിയതാ, പക്ഷേ ഇപ്പോൾ ഒന്നുകൂടെ മുങ്ങണം. പക്ഷേ പള്ളിയുടെ അടുത്തൊന്നും സ്നാനത്തൊട്ടിയില്ല. അടുത്ത വീടുകളിൽ വാട്ടർ ടാങ്ക് പോലും ഇല്ല. അവന് സ്നാനം കൊടുക്കാൻ പറ്റിയില്ല. പ്രിയപ്പെട്ട നമുക്ക് അവന്റെ പ്രശ്നം, ജീവിതത്തിൽ സമാധാനമില്ല. ഇന്ന് ലോകത്തിൽ എത്രയോ മനുഷ്യർ ഈ നിലവാരത്തിൽ സമാധാനമില്ലാതെ ജീവിക്കുന്നു. ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കോ. മനുഷ്യന്റെ സമ്പത്തിനോ, മനുഷ്യന്റെ സൗന്ദര്യത്തിനോ, മനുഷ്യന്റെ പ്രശസ്തിക്കോ, മനുഷ്യന്റെ ആരോഗ്യത്തിനോ യഥാർത്ഥമായ സ്വസ്ഥത വിഭാവനം ചെയ്യുവാൻ ഒരിക്കൽ പോലും സാധിക്കത്തില്ല. ഇത് തിരിച്ചറിഞ്ഞ ലോക മഹാനായിരുന്നു ശലോമോൻ ചക്രവർത്തി. അവനൊരു പുരുഷായുസ്സിൽ അനുഭവിക്കേണ്ട സകല സുഖങ്ങളും ആഡംബരങ്ങളും അനുഭവിച്ചറിഞ്ഞിട്ട് അതിൻ്റെ ആകത്തുക അവൻ ഇപ്രകാരം എഴുതി വെച്ചു, ഹാ മായമായ സകലതും മായ തന്നെ. ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ലെന്ന്, ഇതൊക്കെ വൃഥാ പ്രയത്നമാണെന്ന്. അങ്ങനെയെങ്കിൽ യഥാർത്ഥമായ സ്വസ്ഥത എവിടെ ലഭിക്കും? കർത്താവ് യേശുക്രിസ്തുവിൽ ലഭിക്കും. ആ സ്വസ്ഥതയുടെ വിലയേറിയൊരു വാഗ്ദത്തം അവൻ്റെ അടുക്കൽ വരുന്നവർക്ക് കർത്താവ് കൊടുക്കുന്നുണ്ട്. അവൻ അതിമഹത്തേറിയ ആ വാഗ്ദത്തം നമുക്ക് തരുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, അത് വിശ്വാസമായി പരിണമിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരമുണ്ടാവത്തില്ല. അത് നിങ്ങൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാനായിട്ട് സാധിക്കും. ആകയാൽ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ വിശ്വസിക്കുന്നവരായി തീരാം. തള്ളിക്കളഞ്ഞിട്ട് ജീവിച്ചോ. യെരുശലേം എന്ന വാക്കിന്റെ അർത്ഥം എന്തെന്നറിയാമോ? സമാധാനത്തിന്റെ നഗരം. പക്ഷെ ഇന്ന് വരെ ആയുസ്സിൽ സമാധാനം അനുഭവിക്കാനുള്ള ഭാഗ്യം അവന്മാർക്ക് കിട്ടിയിട്ടില്ല. കാരണം എന്തെന്നറിയാമോ? ദൈവത്തിന്റെ കൽപ്പനകളെയും ചട്ടങ്ങളെയും തള്ളിക്കളഞ്ഞിട്ട് പാപത്തിൽ ജീവിക്കുന്ന ഒരു സമൂഹമായി യഹൂദന്മാർ മാറ്റപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ട് അവിടെ ജീവിതത്തിൽ സമാധാനത്തെ അനുഭവിക്കുവാൻ കഴിഞ്ഞില്ല. ആകയാൽ നമുക്കൊരു വാഗ്ദത്തം തന്നിട്ടുണ്ട്. എൻ്റെ അടുക്കൽ വാ, ഞാൻ നിന്റെ ജീവിതത്തിൽ സ്വസ്ഥതയെ തരാം. ഈ വാഗ്ദത്തത്തെ തള്ളിക്കളഞ്ഞാൽ ഒരു ഉപകാരവുമില്ല. പക്ഷേ അത് ഏറ്റെടുത്ത് വിശ്വസിച്ചാൽ അവൻ്റെ സ്വസ്ഥതയിൽ നമുക്ക് പ്രവേശിക്കുവാൻ കഴിയും. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ കടന്നു വരുന്ന ഒരു വ്യക്തിയോട് കർത്താവ് പറയുന്നത്, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു തമ്പുരാൻ പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു.
അത് ലോകം തരുന്നത് പോലെയല്ല. ലോകം തരുന്ന സമാധാനമുണ്ട് അല്ലേ? മദ്യപിക്കുന്നവനോട് എന്തിനാ മദ്യപിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ മദ്യപിക്കുമ്പോൾ ഒരല്പം സമാധാനമുണ്ട്. പക്ഷേ മദ്യപത്തിൻ്റെ കട്ട് അങ്ങോട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ ഉള്ള സമാധാനവും കൂടെ അങ്ങ് പോകും. അതുകൊണ്ട് ലോകം തരുന്ന സമാധാനം, ലോകം എടുക്കുന്ന സമാധാനം. ലോകം 1 മണിക്കൂർ നിനക്ക് സമാധാനം തന്നോ, 1 മാസം നിന്റെ ജീവിതത്തിൽ അവൻ ദുഃഖം തരും. സ്തോത്രം. മദ്യപിക്കുന്നവൻ അല്പം സമാധാനം കിട്ടും, മദ്യത്തിൻ്റെ കെട്ടിറങ്ങുമ്പോൾ സമാധാനം പോകും. സിനിമ കാണുന്നവൻ അല്പനേരം സമാധാനം കിട്ടും, സിനിമാശാല കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഉള്ള സമാധാനവും കൂടെ നഷ്ടപ്പെടും. കാരണം ലോകം തരുന്ന സമാധാനം അത് എടുക്കുന്ന സമാധാനമാണ്. പക്ഷെ യേശു പറയുന്നു, എൻ്റെ സമാധാനം, ലോകത്തിന് തരുവാൻ കഴിയാത്ത എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് വെച്ചാൽ കർത്താവിൻ്റെ സമാധാനത്തിൻ്റെ പ്രത്യേകത എന്താ? നമ്മുടെ നസ്രായൻ 33 വർഷം ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ അവൻ അനുഭവിച്ച സമാധാനം എന്ന് വെച്ചാൽ പ്രതിസന്ധികളുടെ നടുവിൽ തകർന്നു പോകാതെ അവനെ നിലനിർത്തിയ സമാധാനം. ഗതസമന തോട്ടത്തിൽ ഉള്ളമൊരുക്കി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം പോലെ നിവർത്തിക്കപ്പെടട്ടെ എന്ന് പിതാവിനോട് പറയുവാൻ തക്കവണ്ണം അവൻ്റെ മനസ്സിൻ്റെ അരയെ മുറുക്കി കെട്ടിയ സമാധാനം. കത്തിച്ചു പിടിച്ച ബന്ധങ്ങളും വാളും കുന്തങ്ങളുമായിട്ട് പരിചാരകന്മാരും സേവകന്മാരും പുരോഹിതന്മാരും അവനെ പിടിച്ചു കെട്ടുവാൻ വരുമ്പോൾ സമാധാനത്തോടെ അടുത്ത് ചെന്നിട്ട് നിങ്ങൾ ആരെ തിരയുന്നു? നസ്രായനെ, യേശുവിനെ. അത് ഞാൻ തന്നെ എന്ന് പറഞ്ഞ് അടുത്തോട്ട് ചെന്ന് തന്നെത്താൻ വെളിപ്പെടുത്തി കാണിക്കുവാൻ കർത്താവിൻ്റെ ഹൃദയത്തിൽ സ്ഥാപിക്കപ്പെട്ട സമാധാനം. ഒരു രാത്രി 4 കോടതിയിൽ 5 വട്ടം മാറി മാറി വിസ്തരിക്കുമ്പോൾ കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ, രോമം കത്രിക്ക് മുമ്പാകെ വായ തുറക്കാതെ നിൽക്കുന്ന ആടിനെ പോലെ മൗനമായിരിക്കുവാൻ കർത്താവിനെ സഹായിച്ച അവൻ്റെ ആ സമാധാനം. ഭാരമേറിയ കുരിശും തോളിലേന്തി അടിയേറ്റും വീണ് വിടുന്നിട്ടും ഗൊൽഗൊത്തയിലേക്ക് നടന്നു പോകുമ്പോൾ അവനെ കണ്ട് വിലപിക്കുന്ന സഹോദരിമാരെ നോക്കി, യെരുശലേം പുത്രിമാരെ, നിങ്ങൾ ആരും എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെ ചൊല്ലിയും നിങ്ങളുടെ മക്കളെ ചൊല്ലിയും കരയുവീൻ എന്ന് പറയുവാൻ അവൻ കാണിച്ച സമാധാനം. 30 വെള്ളിക്കാശ് കൂലി വാങ്ങിട്ട് ഒരു ചുംബനം കൊണ്ട് ഒറ്റുകൊടുക്കാൻ വന്ന പ്രാണസ്നേഹിതനായ യൂദയെ കണ്ടിട്ട് സ്നേഹിത എന്ന് വിളിക്കുവാൻ യേശുവിൻ്റെ ഹൃദയത്തിൽ സ്ഥാപിക്കപ്പെട്ട സമാധാനം. കൈകളും കാലുകളും ഇരുമ്പാണികൾ തറച്ച് അവനെ ഉയർത്തി ക്രൂശിൽ നിർത്തി അവൻ്റെ പ്രാണൻ മരണത്തിനൊടുക്കി കളയുമ്പോൾ, പിതാവേ ഇവർ ചെയ്തതെന്നറിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച ക്രിസ്തുവിന്റെ സമാധാനം. യേശു പറയുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരാം. ഞാൻ ലോകത്തിൽ അനുഭവിച്ച സമാധാനം ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകും, പ്രശ്നങ്ങൾ ഉണ്ടാകും, പരിശോധനകൾ ഉണ്ടാകും, പക്ഷേ എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരാം. ആ സ്വസ്ഥതയുടെ വാഗ്ദത്തം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുകയാണ് ചെയ്യുന്നത്. ആകയാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു സമാധാനത്തിൻ്റെ പ്രഭുവാണ്. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ലോകാവതാരം എടുത്തപ്പോൾ അവൻ ജനിച്ചു വീണപ്പോൾ സ്വർഗത്തിൽ വലിയൊരു ഘോഷം കേൾക്കുകയാണ്. സ്വർഗീയ മാലാഖമാരുടെ സംഘം സ്വർഗത്തിൽ പാടി ആർക്കുകയാണ്. എന്താണ് പാടി ആർക്കെന്നറിയാമോ? അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. എവിടാ തുടങ്ങിയെന്നറിയാമോ? നസ്രായൻ ഭൂമിയിൽ അവതരിച്ച നിമിഷം മുതൽ ദൈവത്തെ പ്രസാദിക്കുന്നവനോ നിനക്ക് സമാധാനം തുടങ്ങുക ചെയ്യുന്നത്. സ്വർഗത്തിൽ വലിയ ഘോഷം നടക്കിയ, സ്വർഗത്തിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ അവനെ പ്രസാദിപ്പിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ സമാധാനം. ആകയാൽ അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാനുള്ള വാഗ്ദത്തം നമുക്ക് ലഭിച്ചു. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു കാൽവറിയിൽ ചൊരിഞ്ഞ രക്തമാണ് ഈ സമാധാനത്തിൻ്റെ രഹസ്യം എന്ന് പറയുന്നത്. എഫേസ്യർ 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ വിശുദ്ധ പൗലോസ് എടുത്തു പറയുന്നു, അവൻ നമ്മുടെ സമാധാനം. ആരാണ് നമ്മുടെ സമാധാനം? ചോദിക്കും, നിങ്ങളുടെ സമാധാനത്തിന്റെ രഹസ്യം എന്താണെന്ന്. ഒരിക്കൽ പഴയ പാസ്റ്റർമാർ പറഞ്ഞിട്ടുള്ള സംഭവം ഞാൻ ഓർക്കുക. ഒരിക്കലൊരു സമ്പന്നനായ മനുഷ്യൻ, ഒരു വലിയ വ്യവസായിയാണ്, പക്ഷെ ജീവിതത്തിൽ സമാധാനമില്ല. അവനിങ്ങനെ വാഹനം ഓടിച്ച് മരിക്കാൻ വേണ്ടി, ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ദേശീയപാതയിലൂടെ വാഹനം ഓടിച്ച് അലസമായിട്ട് നിരാശയുടെ അടുത്തട്ടിലാണ്ട് അവനിങ്ങനെ വാഹനം ഓടിച്ച് പോകുമ്പോൾ റോഡ് വക്കിലൂടെ നമ്മുടെ ഒരു പാസ്റ്റർ കടന്നു പോകുന്നു. നല്ല കൃഷകാത്രനായി, 1 അടി നീളം, ഇസ്തിരി ഇടയാത്ത മനോഹരമായ വേഷം, മുടി ഒരു സൈഡിലോട്ട് മനോഹരമായി ചീപ്പി ഒതുക്കിയിട്ടുണ്ട്, കയ്യിലൊരു ബാഗും പിടിച്ചിട്ടുണ്ട്, റോഡിലൂടെ നടന്നു പോകുന്നു. ഈ വാഹനം ഓടിക്കുന്ന മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ നല്ല സമാധാനമുള്ള സ്വസ്ഥതയുള്ളൊരു മനുഷ്യൻ. ഈ വാഹനം പെട്ടെന്ന് നിർത്തുവാൻ തന്നെ അന്തരാത്മ പ്രേരിപ്പിച്ചു. ഈ മനുഷ്യൻ ഇങ്ങനെ നടന്നു പോകുന്നു. ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വലിയൊരു സമാധാനമുണ്ട്. എന്താണ് ഈ സമാധാനത്തിൻ്റെ രഹസ്യം? ഒരു നിമിഷം ആരായാമെന്ന് കരുതി വാഹനം സൈഡിലോട്ട് നിർത്തി ആ പാസ്റ്ററെ വാഹനത്തിനടുത്തേക്ക് വിളിച്ചു. അതിനുശേഷം വാഹനത്തിൽ കയറ്റി അവർ യാത്ര ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളെല്ലാം പരസ്പരം സംസാരിച്ചു പോകവേ ആ പാസ്റ്ററോട് ആ വാഹനം ഓടിച്ച ആ വ്യവസായി ചോദിച്ചു, എന്താണ് പാസ്റ്റർ നിങ്ങൾ നടന്നു പോകുന്നത്? പാസ്റ്റർ പറഞ്ഞു,
പറഞ്ഞു, സഹോദരാ ക്ഷമിക്കണം, വണ്ടിക്കൂലി കൊടുക്കുവാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ നടന്നു പോകുന്നത്. ഇത് കേട്ടിട്ട് അദ്ദേഹത്തിൻ്റെ ഹൃദയം തകർന്നു പോയി. കോടികളുടെ ആസ്തിയുള്ളവരാ, വണ്ടിക്കൂലി കൊടുക്കുവാൻ നിവൃത്തിയില്ലാത്ത ഒരാളുടെ മുഖത്ത് ഇത്ര വലിയ സന്തോഷമോ, ഇത്ര വലിയൊരു സമാധാനമോ? അല്പം കഴിഞ്ഞ് മുന്നോട്ട് പോയപ്പോൾ ചോദിച്ചു, ഭക്ഷണം വല്ലതും കഴിച്ചോ? പാസ്റ്റർ പറഞ്ഞു, ഞങ്ങൾ വിശ്വാസഭവനത്തിൽ ഏതാണ്ട് ഒരാഴ്ചയായി പട്ടിണിയിലാണ്, ആഹാരമൊന്നും ലഭിക്കുന്നില്ല, ഞങ്ങൾ അത്രമാത്രം കഷ്ടതയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അവസ്ഥകൾ കേട്ടപ്പോൾ ഭയപ്പെട്ടു പോയി. ഒരാഴ്ച ഭക്ഷണമില്ലാതെ പട്ടിണി കിടന്നിട്ട് വണ്ടിക്കൂലി കൊടുക്കുവാൻ നിവൃത്തിയില്ലാതെ നടന്നു പോകുന്ന ഈ മനുഷ്യന്റെ മുഖത്ത് ഈ സമാധാനം, ഇഷ്ടംപോലെ സമ്പത്തും വാഹനം ആഡംബരമുള്ള എൻ്റെ ജീവിതത്തിൽ മരണത്തെ ആഗ്രഹിക്കുന്നു. ആ കർത്താവിൻ്റെ ഭക്തന്റെ കാൽക്കൽ വീണ് താൻ ശിക്ഷത്വം സ്വീകരിച്ചു. നമ്മുടെ ഒരു ദൈവവേദന വിശ്വാസിയെ ജീവിച്ച് താൻ അവസാനിച്ചുവെന്നാണ് ചരിത്രം പറയുന്നത്. ആകയാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ സമാധാനം ദൈവത്തിന്റെ ദാനമാണ്. അതുകൊണ്ടാണ് എഫേസ്യർ 2:14 വായിക്കുന്നത്, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം നിമിത്തം നമുക്ക് സമാധാനം ലഭിച്ചു. നമ്മുടെ സമാധാനത്തിന്റെ ശിക്ഷ കർത്താവ് കാൽവറിയിൽ ഏറ്റെടുക്കുകയായിരുന്നു. ആകയാൽ ഈ സമാധാനം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കണം. ഈ സമാധാനം എപ്രകാരം നമുക്ക് പ്രാപിക്കാൻ സാധിക്കും? ദൈവത്തിന്റെ വചനത്തിൽ അനേക വിഷയങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിക്കും. ദൈവിക സമാധാനം അനുഭവിപ്പാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഭക്തനായ മോശയുടെ ജീവിതത്തിലെ ഒരു സംഭവം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇസ്രായേൽ ജനവുമായി മിസ്രയീം വിട്ട് അവർ വാഗ്ദത്ത ദേശമായി കനാനെ നോക്കി യാത്രയാകുന്ന യാത്രയുടെ ഒരു ഘട്ടത്തിൽ ജനത്തിന്റെ അവസ്ഥകൾ കണ്ടിട്ട് പരിതപിച്ചതായ മോശ ദൈവത്തിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ദൈവമേ, നിന്റെ സാന്നിധ്യം എന്നോട് കൂടെ പോരണമേ, ഇല്ലെങ്കിൽ അടിയനെ ഇവിടെ യാത്ര അയക്കരുത്. തമ്പുരാൻ അവന്റെ നിലവിളി കേട്ടിട്ട് പറഞ്ഞു, മോശേ, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത തരും. പ്രിയപ്പെട്ട ദൈവമക്കളെ, മോശയോടുകൂടെ ദൈവമുണ്ടായിരുന്നു. അവൻ്റെ ജീവിതത്തിൽ സ്വസ്ഥത അനുഭവിച്ചു. അവൻ പാറയെ തൊട്ടു, പാറയിൽ നിന്ന് വെള്ളം വന്നു. മാറയിൽ ചെന്നു, മാറയിലെ വെള്ളം കയ്പായി മധുരമുള്ളതായി. ശത്രുക്കൾ അവൻ്റെ മുമ്പിൽ തോട്ടോടുവാൻ ഇടയായി തീർന്നു. ചെങ്കടൽ അവൻ്റെ മുമ്പിൽ രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു. കാരണം എന്തെന്നറിയാമോ? സർവശക്തനായ ദൈവം തമ്പുരാൻ മോശയോട് പറഞ്ഞു, എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത തരും. ആകയാൽ നിന്റെ ജീവിത വഴിയിൽ കർത്താവ് നിന്നോട് കൂടെയുണ്ടെന്ന് ഉറപ്പാക്കിക്കൊള്ളുവിൻ. 23-ാം സങ്കീർത്തനത്തിൽ, ഇടയ സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കൻ അതാണ് പറയുന്നത്, സ്വസ്ഥതയുള്ള വെള്ളത്തിന്റെ അരികത്തേക്ക് അവൻ എന്നെ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. കർത്താവിലേക്ക് വന്നാട്ടെ, യേശുക്രിസ്തുവിനോടുള്ള സമാധാനം അനുഭവിച്ചാട്ടെ, ദൈവിക സ്വസ്ഥത നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ സാധിക്കും. ആകയാൽ കർത്താവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതയാത്രയിൽ ഉണ്ടെന്ന് ഉറപ്പാക്കുവിൻ. ദൈവികമായ സ്വസ്ഥത നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാം. രണ്ടാമത് ദൈവികമായ സ്വസ്ഥത അനുഭവിക്കുവാൻ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, നീതിയുടെ ഫലം ശാശ്വതമായ വിശ്രാമമാണ്. നീതിയുടെ ഫലം ശാശ്വതമായ വിശ്രാമമായിരിക്കും. ആകെ ശാശ്വതമായ വിശ്രാമം അനുഭവിക്കുവാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവനീതിയെ പുലർത്തുന്നവരായിരിക്കണം, വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നവരായിരിക്കണം. എന്ന് വെച്ചാൽ റോമാലേഖനം 5-ാം അധ്യായം വായിക്കുമ്പോൾ ഒരു പാപിയായ മനുഷ്യൻ വിശ്വാസത്താൽ എപ്രകാരം നീതീകരിക്കപ്പെടുന്നുവെന്ന് അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. തിരുവെടുത്ത് വിളിച്ചു പറഞ്ഞു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവതേജസ്സ് നഷ്ടപ്പെട്ടവരാക്കി തീർത്തു. നീതിമാനായ ദൈവത്തിന്റെ മുമ്പിൽ നീതികെട്ട മനുഷ്യന് ചെന്ന് നിൽക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ വിശ്വാസത്താൽ നീതീകരണം പ്രാപിക്കുവാൻ എന്താണ് മാർഗം? റോമാലേഖനം 5-ാം അധ്യായം വായിക്കുമ്പോൾ 3 കാര്യങ്ങൾ ഇവിടെ പറയുന്നു. 1, വിശ്വാസത്താൽ നീതീകരിക്കപ്പെടണം. 2, അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെടണം. 3, അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെടണം. ഇത് 3ഉം കൂടെ സമ്മേളിക്കുമ്പോൾ നീതീകരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. 1, യേശുക്രിസ്തുവിന്റെ രക്തം. 2, ദൈവത്തിന്റെ കൃപ. 3, നമ്മുടെ വിശ്വാസം. യേശുവിനുള്ള വിശ്വാസം ഏറ്റുപറയുമ്പോൾ അവൻ തന്റെ കൃപയാൽ, അവന്റെ രക്തം കൊണ്ട് നമ്മുടെ പാപങ്ങളെ കഴുകിക്കളഞ്ഞിട്ട് അവൻ നമ്മെ നീതീകരിക്കും. ആകയാൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടോ അങ്ങനെയുള്ളവർക്ക് മാത്രമേ ദൈവികമായ സ്വസ്ഥത ജീവിതത്തിൽ അനുഭവിക്കുവാൻ സാധിക്കത്തുള്ളൂ. വീണ്ടും ദൈവികമായ സ്വസ്ഥത അനുഭവിക്കുവാൻ എന്താണ് ചെയ്യേണ്ടിയിരിക്കുന്നത്? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 28-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നു, ദൈവികമായ സ്വസ്ഥത അനുഭവിക്കുവാൻ എന്ത് ചെയ്യണം? അവിടെ വായിക്കുന്നത്, അതെ, വിക്കി വിക്കി പറയുന്ന അധരങ്ങളാലും അന്യഭാഷകളാലും അവൻ ഈ ജനത്തോട് സംസാരിക്കും.
ഇതാകുന്ന സ്വസ്ഥത, ഇതാകുന്ന വിശ്രാമം എന്ന് വെച്ചാൽ ദൈവം നമ്മോട് സംസാരിക്കണം, നാം ദൈവത്തോട് സംസാരിക്കണം. മനുഷ്യരോട് സംസാരിക്കുന്നത് പോലെ ദൈവത്തോട് സംസാരിക്കാൻ പറ്റത്തില്ല. ദൈവത്തോട് സംസാരിക്കണമെങ്കിൽ ദൈവത്തിന്റെ ഭാഷ വേണം. അതാണ് വിക്കി വിക്കി പറയുന്ന അധരങ്ങളാലും അന്യഭാഷകളാലും ദൈവത്തോട് സംസാരിക്കുവിൻ. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ വിക്കി വിക്കി പറയുന്ന അധരങ്ങളോടെ അന്യഭാഷകൾ നമ്മുടെ നാവിൽ ചെന്ന് അന്യഭാഷകൾ നമ്മൾ ദൈവത്തോട് സംസാരിക്കുമ്പോൾ, അല്പം ചില സമയങ്ങൾക്ക് മുമ്പേ ഇവിടെ അന്യഭാഷകളിൽ കൂടി വന്ന ജനം ആരാധിച്ചു. അവൻ ദൈവത്തോടാണ് സംസാരിക്കുന്നത്, മനുഷ്യരോടല്ല സംസാരിക്കുന്നത്. ആകയാൽ വിക്കി വിക്കി പറയുന്ന അധരങ്ങളാലും അന്യഭാഷകളാലും ദൈവത്തോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥമായ സ്വസ്ഥത പ്രാപിക്കുക. ജീവിതത്തിൽ കലക്കങ്ങളും പ്രയാസങ്ങളും ഉണ്ട്. ദൈവസ്ഥൽ കടന്നു വന്ന് അല്പനേരം അന്യഭാഷയിൽ സംസാരിച്ചാട്ടെ, ആത്മാവിൽ നിറഞ്ഞാട്ടെ, ദൈവികമായ സ്വസ്ഥതയും സമാധാനം അനുഭവിക്കാം. അടുത്തത് ദൈവികമായ സ്വസ്ഥത അനുഭവിക്കുവാൻ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്. അവിടെ പറയും, നിങ്ങൾ വഴികളിൽ ചെന്നിട്ട് നല്ല വഴിയേറുണ്ട്, പഴയ പാതകളെ നോക്കി ചോദിച്ചറിഞ്ഞ് അതിൽ നടപ്പി, നിങ്ങളുടെ മനസ്സിന് വിശ്രാമം ലഭിക്കും. ആകയാൽ മനസ്സിന് യഥാർത്ഥമായി വിശ്രാമം ലഭിക്കുവാൻ നിങ്ങൾ വഴികളിലേക്ക് ചെല്ലണം. ലോകത്തിൽ അനേക വഴികൾ, ക്രിസ്തീയ മാർഗത്തിൽ തന്നെ അനേക വഴികൾ തുറന്നിട്ടിരിക്കുക. ഞങ്ങളുടെ പിന്നാലെ വാ, ഞങ്ങൾ നിങ്ങളുടെ കടങ്ങൾ മാറ്റിത്തരാം, നിങ്ങളുടെ ശാപം മുറിച്ചു തരാം, നിങ്ങളുടെ ജീവിതത്തിലെ രോഗങ്ങളൊക്കെ മാറ്റിത്തരാം എന്നൊക്കെ പറഞ്ഞ് നൂതനമായ പല വഴികളും ഇന്ന് ലോകത്തിലുണ്ട്. ആഭരണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം, ഇട്ടാലും കുഴപ്പമില്ല, ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഏത് രീതിയിലും നടക്കാം, നിങ്ങളിങ്ങ് വന്നേച്ചാൽ മാത്രം മതി. ഈ നിലവാരത്തിൽ നൂതനമായ പല മാർഗങ്ങളും ക്രിസ്തീയ ഗോളത്തിൽ പൊട്ടിമുളച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. പക്ഷേ ഭക്ത, നിന്റെ മനസ്സിന് വിശ്രാമം ലഭിക്കണമോ? ലോകത്തിൽ അനേകം മാർഗങ്ങൾ കാണും, പക്ഷേ നീ വഴികളിലേക്ക് ചെന്നിട്ട് പഴയ വഴി നോക്കണം. നല്ല വഴി ഏതെന്ന് പഴയ വഴി നോക്കി ചോദിച്ചറിഞ്ഞ് അതിലൂടെ നടക്കുവീൻ. പഴയ വഴി, ഏറ്റവും പഴയ വഴി എന്ന് വെച്ചാൽ 1-ാം നൂറ്റാണ്ടിൽ യേശുവിന്റെ കാലത്ത്, അപ്പോസ്തലന്മാരുടെ കാലത്തുണ്ടായിരുന്ന ആ മാർഗമേതാണ്, ആ വിശ്വാസ മാർഗമേതാണ്, യേശു പഠിപ്പിച്ച മാർഗമേതാണ്, അപ്പോസ്തലന്മാർ കാണിച്ചെന്ന മാർഗമേതാണ്, ആ മാർഗത്തെ കണ്ടെത്തണം. ആ മാർഗത്തെ കണ്ടെത്തിയിട്ട് ആ മാർഗത്തിലൂടെ സഞ്ചരിക്കുവീൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ സഭയുടെ സ്ഥാപകനായിരുന്ന പാസ്റ്റർ പോള് ഒരു ആംഗ്ലിക്കൻ സഭയുടെ പ്രവർത്തകനായിരുന്നു. ശമ്പളം പറ്റി കർത്താവിന്റെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ ദർശനത്തിൽ കർത്താവ് തന്നോട് പറഞ്ഞു, പോൾ, നീ വാസ്തവമായിട്ട് എന്നെ ശുശ്രൂഷിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ മനുഷ്യന്റെ ശുശ്രൂഷകനാവരുത്. ശമ്പളത്തിന് ശുശ്രൂഷ ചെയ്യുന്നവൻ മനുഷ്യന്റെ വേലയാണ് ചെയ്യുന്നത്. നീ യഥാർത്ഥമായി എന്നെ ശുശ്രൂഷിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആദിമ നൂറ്റാണ്ടിൽ എല്ലാം വിട്ട് എന്നെ പിൻഗമിച്ച വിശുദ്ധന്മാരില്ലേ, അവരുടെ മാർഗം നീ തെരഞ്ഞെടുക്കണം. ഈ ദൈവശബ്ദം കേട്ട പാസ്റ്റർ പോൾ തനിക്കുള്ള സകലതും വിട്ടു, ആംഗ്ലിക്കൻ സഭയുടെ ബന്ധം വിട്ടു, ലോകത്ത് സകലതും വിട്ടിട്ട് 1-ാം നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാർ ജീവിച്ച മാതൃകയിൽ വിശ്വാസ ജീവിതത്തിന്റെ മാർഗം തെരഞ്ഞെടുത്ത് ആരംഭിച്ച വേലയാണ് ഈ വേല. ആ മാർഗമാണെന്ന് ലോകത്തിന്റെ 7 വൻകരകളിലും വ്യാപിച്ച് ഒരു മഹാവൃക്ഷമായി വളർന്നു നിൽക്കുന്നത്. ഇത് 1-ാം നൂറ്റാണ്ടിന്റെ മാർഗം, ഇത് വിശുദ്ധന്മാരുടെ മാർഗം. ആകയാൽ നിങ്ങളുടെ മനസ്സിന് വിശ്രാമം ലഭിക്കുവാൻ പഴയ മാർഗത്തിലേക്ക് വരുവീൻ, പിതാക്കന്മാരോട് ചോദിക്കുവീൻ, അവിടെ നിങ്ങളുടെ മനസ്സിന് വിശ്രാമം ലഭിക്കും. ആകയാൽ നൂതനമായ മാർഗങ്ങളിലൂടെ ഒന്ന് സഞ്ചരിക്കരുത്. സമയം കടന്നുപോയത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. ആകയാൽ ദൈവികമായ സ്വസ്ഥത അനുഭവിക്കുവാൻ എന്താണ് ചെയ്യേണ്ടിയിരിക്കുന്നത്? ഇസ്രായേൽ ജനത്തിന് സ്വസ്ഥത അനുഭവിക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട് അനുഭവിക്കാൻ കഴിഞ്ഞില്ല? എബ്രായ ലേഖനം 3-ാം അധ്യായത്തിന്റെ 18-19 വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിന് കഴിയാഞ്ഞതിന്റെ കാരണം അവിടെ വായിക്കുന്നു. അവിടെ വായിക്കുന്നത്, അവിടെ അവിശ്വാസവും അനുസരണക്കേടും നിമിത്തം ദൈവികമായ സ്വസ്ഥത അനുഭവിക്കാൻ കഴിഞ്ഞില്ല. ദൈവത്തിൽ വിശ്വസിക്കാത്ത ഒരുത്തനും ദൈവിക പ്രമാണങ്ങളെ അനുസരിക്കാത്ത ഒരുത്തനും ദൈവികമായ സ്വസ്ഥത അനുഭവിക്കാൻ കഴിയത്തില്ല. സങ്കീർത്തന പുസ്തകം 95-ാം സങ്കീർത്തനത്തിന്റെ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അക്ഷരികമായി ഇസ്രായേലിന് ദൈവികമായ സ്വസ്ഥത അനുഭവിക്കാൻ കഴിയാതെ പോയ 4 കാരണങ്ങൾ അവിടെ കണ്ടെത്താൻ സാധിക്കുന്നു. ഒന്ന്, അവർ ദൈവത്തിന്റെ വചനം കേട്ടിട്ടും അവരുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തി. ആകെ ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്നു, ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തരുത്. ദൈവ ശബ്ദത്തിന്റെ മുമ്പിൽ മറുചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഹൃദയത്തെ കഠിനപ്പെടുത്തുന്നവരെ ദൈവികമായ സ്വസ്ഥത അനുഭവിക്കുവാൻ കഴിഞ്ഞില്ല. ഇസ്രായേൽ ദൈവാലോചനയ്ക്ക് മുമ്പിൽ ഹൃദയത്തെ കഠിനപ്പെടുത്തി, സ്വസ്ഥത അനുഭവിക്കുവാൻ കഴിഞ്ഞില്ല. 2, അവർ ദൈവത്തിന്റെ പ്രവർത്തികളെ കണ്ടിട്ടും
അവർ വിശ്വസിക്കാതെ വീണ്ടും വീണ്ടും ദൈവത്തെ പരീക്ഷിച്ചു കൊണ്ടിരുന്നു. ജീവിതത്തിൽ എത്രയോ ദൈവപ്രവൃത്തി കണ്ടതാ, എന്നിട്ടും വീണ്ടും ദൈവം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് കാണിക്കട്ടെ എന്ന് പറഞ്ഞ് ദൈവത്തെ പരീക്ഷിക്കുന്നവനെ ദൈവികമായ സ്വസ്ഥത ജീവിതത്തിൽ അനുഭവിക്കുവാൻ കഴിഞ്ഞില്ല. 3 ഇസ്രായേലിന് ദൈവികമായ സ്വസ്ഥത അനുഭവിക്കുവാൻ കഴിഞ്ഞില്ല. കാരണം അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ഒരു ജനമായിരുന്നു. അതാ അവിടെ പ്രശ്നം. വല്ലപ്പോഴും ഒഴുകി പോവുക, ഇടയ്ക്കിടയ്ക്ക് തെറ്റിപ്പോകുക. അവർക്ക് ദൈവികമായ സ്വസ്ഥത അനുഭവിക്കുവാൻ കഴിഞ്ഞില്ല. അടുത്ത 4, അവർ എൻ്റെ വഴികളെ അറിയാതെ ജീവിച്ചു. ദൈവത്തിൻ്റെ വഴികളെ തള്ളിക്കളഞ്ഞിട്ട് ദൈവത്തിൻ്റെ വഴികളെ അറിയാതെ പാപത്തിൻ്റെ വഴിയിൽ ജീവിക്കുന്ന ഒരുത്തന് ദൈവികമായ സ്വസ്ഥത അനുഭവിക്കുവാൻ കഴിയത്തില്ല. എന്നാൽ ഇത് ഏറ്റെടുക്കുന്ന ഒരു ദൈവവൈതലന് അവന്റെ ജീവിതത്തിൽ ദൈവികമായ സ്വസ്ഥത ഈ ലോകത്തിലുമുണ്ട്, അവന്റെ മരണത്തിലുമുണ്ട്, അവന്റെ മരണാനന്തര ജീവിതത്തിലുമുണ്ട്. 3 ഭാഗത്ത് സ്വസ്ഥത അനുഭവിക്കാം. ഈ ലോകത്ത് സമാധാനത്തോടെ ജീവിക്കാം, 2 സമാധാനത്തോടെ അങ്ങ് മരിക്കാം, 3 സമാധാനത്തോടെ മരണാനന്തര ജീവിതം ചെയ്യാം. ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാ. ഈ വചനം ഏറ്റെടുക്കുന്ന ഒരാൾ മരിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? യോബിന്റെ പുസ്തകം 21-ാം അധ്യായം 23-ാം വാക്യത്തിൽ ഭക്തനായ യോബ് അത് വെളിപ്പെടുത്തി തരുന്നുണ്ട്. കേവലം ഒരുവൻ സ്വൈര്യവും സ്വസ്ഥതയുമുള്ളവനായി പൂർണ്ണ ക്ഷേമത്തിൽ മരിക്കുന്നു. പ്രിയ ദൈവമക്കൾ, അങ്ങനൊരു മരണം ആർക്കാ ആഗ്രഹമില്ലാത്തത്? സ്വൈര്യതയോടെ സ്വസ്ഥതയോടെ പൂർണ്ണ ക്ഷേമത്തിൽ എല്ലാവരും വന്ന് കണ്ട് പ്രാർത്ഥിച്ച് പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങ് കടന്നു പോകണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവികമായ സ്വസ്ഥത സ്വായത്തമാക്കിയിട്ടുണ്ടോ? നിന്റെ മരണത്തിലും ആ സ്വസ്ഥത അനുഭവിക്കാം. സ്വസ്ഥതയോടെ നിനക്ക് മരിക്കാം, സ്വസ്ഥതയോടെ നിന്റെ കണ്ണുകൾ അടയ്ക്കാം. സ്വൈര്യതയും സ്വസ്ഥതയുമുള്ളവനായി ഈ ലോകം വിട്ട് നിനക്ക് കടന്നു പോകാം. കടന്നുപോയി കഴിഞ്ഞിട്ട് നോക്കുക, ഭക്തനായ ദാനിയേലിനോട് തമ്പുരാൻ പറയുന്നൊരു വാക്കുണ്ട്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 13-ാം വാക്യത്തിൽ ദാനിയേലിനെ വിളിച്ചു പറയുന്നു, നീയോ ദാനിയേലേ, നീ പോയി വിശ്രമിച്ചു കൊള്ളുക. വിളിക്കുകയാണ് പറയുക, ദാനിയേലിനോട് വിളിച്ചു പറയുക, നീ പോയി വിശ്രമിച്ചാട്ടെ, കാലാവസാനത്തെങ്കിൽ നിന്റെ ഓഹരി പ്രാപിക്കുവാൻ എഴുന്നേറ്റ് വരും. ആകിയാൽ ദൈവത്തിന്റെ സമാധാനം അനുഭവിക്കുന്ന ഒരു ഭക്തന്റെ മരണവും സമാധാനത്തോടെയുള്ള മരണമായിരിക്കും, സ്വൈര്യതയുള്ള മരണമായിരിക്കും. അത് മാത്രമല്ല, മരണാനന്തരവും അവന്റെ ജീവിതത്തിൽ ആ സ്വസ്ഥത അവൻ അനുഭവിക്കാം. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ വിശുദ്ധ പൗലോസ് ഇപ്രകാരം പറയുന്നത്, കൂടാരമായി ഞങ്ങളുടെ ഭവനം അടിഞ്ഞുപോയാലും ഞങ്ങൾക്ക് കൈപ്പണിയല്ലാത്ത ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം സ്വർഗത്തിൽ ഞങ്ങൾക്കുണ്ട്. ആകിയാൽ പ്രിയപ്പെട്ട ദൈവമക്കൾ, ഭക്തന്റെ പ്രത്യാശയ ഇത് അഴിഞ്ഞു പോകുന്നെങ്കിൽ അഴിഞ്ഞു പോകട്ടെ, ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഒരു വിലയേറിയ കെട്ടിടമുണ്ട്. അവിടെ ചെല്ലുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഭക്തനായി ദാവീദ് ഇപ്രകാരം പറയുകയാണ് ചെയ്യുന്നത്. സങ്കീർത്തനം 17-ന്റെ 15-ാം വാക്യത്തിൽ വായിക്കുന്നു, സങ്കീർത്തനക്കാരൻ ദാവീദിന്റെ ജീവിതാഭിലാഷം, ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും, ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനായി തീരും. സ്വസ്ഥതയോടെ മരിച്ചോ, കണ്ണ് തുറക്കുമ്പോൾ കാണുന്നത് കർത്താവിൻ്റെ മുഖമായിരിക്കും. സ്തോത്രം. പ്രിയപ്പെട്ട ദൈവമക്കളെ, എത്ര സന്തോഷകരമായൊരവസ്ഥ. നീതിയിൽ അവൻ്റെ മുഖത്തെ കാണും, അവൻ്റെ രൂപം കണ്ട് നമ്മൾ തൃപ്തരായി തീരും. നമുക്ക് സ്വർഗത്തിൽ കൈപ്പണിയല്ലാത്ത ഒരു മനോഹരമായ കെട്ടിടം ഒരുക്കപ്പെട്ടിരിക്കുന്നു. ഒരിക്കൽ 77-ാം സങ്കീർത്തനത്തിൽ ഭക്തൻ ഇപ്രകാരം ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എനിക്കെൻ്റെ ജീവിതത്തിൽ ഒരാഗ്രഹമുണ്ട്, അത് തന്നെയാണ് ഞാൻ വാഞ്ചിക്കുന്നത്. എന്താണ് എൻ്റെ ആഗ്രഹമെന്നറിയാം? എനിക്ക് നിന്റെ മനോഹരത്വം ഒന്ന് കാണണം. കർത്താവേ, 10,000 ശ്രേഷ്ഠനായവനെ, വെണ്മയും ചുവപ്പുള്ളവനെ, നിന്റെ മനോഹരത്വം എനിക്കൊന്ന് കാണണം. ഒരിക്കൽ ഭക്തനായ ഇടിയൽമുടിയോട് ഒരു മനുഷ്യൻ്റെ ചോദ്യം ചോദിച്ചു, നിങ്ങൾ നിത്യതയെക്കുറിച്ച്, അനന്തനിത്യതയെക്കുറിച്ച് എപ്പോഴും പ്രസംഗിക്കുന്നു, എണ്ണമില്ലാത്ത അനന്തനിത്യതയിൽ നിങ്ങൾ കടന്നു ചെന്നാൽ എങ്ങനെയാണ് നിങ്ങൾ അവിടെ ജീവിക്കുന്നത്? ഇടിയൽമുടി പറഞ്ഞു, എൻ്റെ ആദ്യത്തെ 1000 വർഷം ഞാൻ എൻ്റെ യേശുവിൻ്റെ മുഖത്തുനിന്ന് കണ്ണെടുക്കത്തില്ല. ഞാൻ അവൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കി അവൻ്റെ സൗന്ദര്യം മാത്രം ഞാൻ കണ്ടുകൊണ്ടിരിക്കും. ഒരു ഭക്തന്റെ പ്രത്യാശ എത്ര വലുതാണ്! സ്നേഹവും സന്തോഷവും സമാധാനവും നിറയപ്പെട്ട ഒരു മരണാനന്തര ജീവിതം, അതെത്ര മനോഹരമാണ് ദൈവമക്കളെ. അത് ദൈവത്തിന്റെ ഭവനമാണ് ദൈവമക്കളെ. അത് ദൈവിക സമാധാനത്തിൽ നിറഞ്ഞതാണ് ദൈവമക്കളെ. എന്താണ് ആ സ്വർഗത്തിലെ അനുഭവം? അവിടെ സാത്താനില്ല, അടുത്തത് അവിടെ മരണമില്ല, അടുത്തത് അവിടെ രോഗമില്ല, അടുത്തത് അവിടെ ദുഃഖമില്ല, അവിടെ ഭയമില്ല, അവിടെ നിലവിളിയില്ല, അവിടെ വിശപ്പില്ല, അവിടെ ദാഹമില്ല, അവിടെ കണ്ണുനീരില്ല, അവിടെ കഷ്ടതയില്ല, അവിടെ ശാപമില്ല. മരിച്ചോ, അവിടെ എന്തുണ്ട്? അവിടെ സർവശക്തനായൊരു ദൈവമുണ്ട്, ദൈവത്തിന്റെ തേജസ്സുണ്ട്, ദൈവത്തിന്റെ സിംഹാസനമുണ്ട്, ദൈവത്തിന്റെ ദൂതന്മാരുണ്ട്, ജീവന്റെ വൃക്ഷമുണ്ട്, ജീവജലത്തിന്റെ നദികളുണ്ട്, മനോഹരമായ സംഗീതമുണ്ട്, ആരാധിക്കുന്ന ഹല്ലേലൂയയുടെ ഘോഷം സ്വർഗത്തിലുണ്ട്.
രാത്രി എത്രയധികം മക്കൾ അവിടെ കടന്നു പോകാൻ താല്പര്യപ്പെടുന്നു. നരകത്തിൽ ചെന്ന ധനവാൻ നരകത്തിൽ കിടന്നുകൊണ്ട് പറയുന്നൊരു വാക്കുണ്ട്, ഞാനോ ഇവിടെ കിടന്ന് യാതന അനുഭവിക്കുന്നു. പക്ഷെ ലാസറിനെ കുറിച്ച് അബ്രഹാം പിതാവ് പറയുന്നു, അവൻ ഇവിടെ ആശ്വസിക്കുന്നു. നിങ്ങൾ ആശ്വസിക്കുന്ന കൂട്ടത്തിലോ യാതന അനുഭവിക്കുന്ന കൂട്ടത്തിലോ കണ്ണുകളെ അടച്ചാട്ടെ. കർത്താവിൻ്റെ വാഗ്ദത്തം നമുക്ക് ലഭിച്ചിട്ടുണ്ട്, അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാനുള്ളത്. അരുളി ചെയ്തവനെ നിരസിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ, സ്വർഗം നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് രാത്രി എത്രയധികം മക്കൾ ഈ ദൂതിനെ ഏറ്റെടുത്തിരിക്കുന്നു. അരുളി ചെയ്തവനെ നിരസിക്കാതെ, ഈ രക്ഷയെ തള്ളിക്കളയാതെ, ഈ സ്വസ്ഥതയെ തള്ളിക്കളയാതെ, അതിനെ വിശ്വാസമായി പരിണമിച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റെടുത്ത് സന്തോഷത്തോടെ മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം, മുഴങ്കാലുകളെ മടക്കാം. ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തെ ഉണർത്തട്ടെ. ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തിൽ ആത്മാവിനെ ഉണർത്തട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളുടെ ഉള്ളിലേക്ക് വരട്ടെ. നരകത്തിൻ്റെ ഭയാനകത ഓർത്ത് ഭയപ്പെടുകയല്ല, സ്വർഗത്തിലെ സന്തോഷം ഓർത്ത് നിങ്ങളുടെ ഹൃദയം ആനന്ദിക്കുവാൻ, നിങ്ങളുടെ ഹൃദയം ത്രസിക്കുവാൻ ഇടയായി തീരട്ടെ. സന്തോഷമുള്ള ദൈവമക്കളെ, വായു തുറന്ന് ദൈവത്തെ ആരാധിക്കുവീ, വായു തുറന്ന് ദൈവത്തെ സ്തുതിക്കുവീ. നശിച്ചു പോകുന്നവർക്കുള്ള നരകമല്ല, ജീവിക്കുന്നവർക്ക് ഒരു സ്വർഗമുണ്ട്. അത് നമ്മുടെ അവകാശമാണ്. നമ്മൾ അവിടേക്ക് പോകും, നമ്മൾ ആ നിത്യവാസസ്ഥലത്തിൽ പാർക്കും. അവിടെ നമുക്ക് ദൂതന്മാരുടെ കൂടെ ദൈവത്തെ സ്തുതിക്കും. മുൻപേ പോയി വിശുദ്ധന്മാരുടെ കാത്തു നിൽക്കുന്നു. അവിടെ സർവശക്തനായി ദൈവമുണ്ട്, അവന്റെ തേജസ്സുണ്ട്, അവന്റെ മഹത്വത്തിന്റെ സിംഹാസനമുണ്ട്. അത് നമുക്ക് പ്രാപിക്കാം. ഇന്ന് രാത്രി എത്ര ദൈവമക്കൾ അവിടെ ആഗ്രഹിക്കുന്നു ആ സ്വർഗസിയോനിലെ സന്തോഷത്തെ ഓർത്ത് കരങ്ങളടിച്ച്, ആ സ്വർഗസിയോനിൽ എന്റെ യേശുവിൻ മുൻപിൽ എൻ വീണ്ടെടുപ്പിൻ ഗാനം ഞാൻ പാടുമേ എന്ന് പ്രത്യാശയുള്ള ദൈവമക്കൾ കരങ്ങളടിച്ചിട്ട് മുഴങ്കാലുകളിരുന്ന് വായി തുറന്ന് ശക്തിയോടെ പാടി ആരാധിച്ച് ബലപ്പെട്ട് ശക്തിപ്പെട്ട് നമുക്കിന്ന് രാത്രി വിശ്വാസത്തോടെ മടങ്ങിപ്പോകാം. മുന്നറിയിപ്പുകളെ ഏറ്റെടുത്ത് മടങ്ങിപ്പോകാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ആ സ്വർഗസിയോനിൽ യേശുവിൻ മുൻപിൽ, ആ സ്വർഗസിയോനിൽ യേശുവിൻ മുൻപിൽ എൻ വീണ്ടെടുപ്പിൻ ഗാനം പാടിടുമേ, എൻ വീണ്ടെടുപ്പിൻ ഗാനം പാടിടുമേ. ഓ ആനന്ദമേ പരമാനന്ദമേ, ഓ താനന്ദ സന്നിധി ആനന്ദമേ, താനന്ദ സന്നിധി ആനന്ദമേ. എന്താനന്ദം സിയോൻ പുരമേ, എന്താനന്ദം സിയോൻ പുരമേ. ആ സ്വർഗസിയോനിൽ യേശുവിൻ മുൻപിൽ, ആ സ്വർഗസിയോനിൽ യേശുവിൻ മുൻപിൽ എൻ വീണ്ടെടുപ്പിൻ ഗാനം പാടിടുമേ, എൻ വീണ്ടെടുപ്പിൻ ഗാനം പാടിടുമേ. ആ ആനന്ദം കണ്ടാൽ പുതുഗാനങ്ങൾ കേട്ടാൽ, ആ ആനന്ദം കണ്ടാൽ പുതുഗാനങ്ങൾ കേട്ടാൽ ദൂതരുമാശ്ചര്യം കൂറിടുമേ, ദൈവദൂതരുമാശ്ചര്യം കൂറിടുമേ. ആനന്ദമേ പരമാനന്ദമേ, ഓ താരന്റെ സന്നിധി ആനന്ദമേ, താരന്റെ സന്നിധി ആനന്ദമേ. എന്താനന്ദം സിയോൻ പുരമേ, എന്താനന്ദം സിയോൻ പുരമേ. ആ സ്വർഗസിയോനിൽ യേശുവിൻ മുൻപിൽ, ആ സ്വർഗസിയോനിൽ യേശുവിൻ മുൻപിൽ എൻ വീണ്ടെടുപ്പിൻ ഗാനം പാടിടുമേ, എൻ വീണ്ടെടുപ്പിൻ ഗാനം പാടിടുമേ. ആനന്ദമേ പരമാനന്ദമേ, താരന്റെ സന്നിധി ആനന്ദമേ, താരന്റെ സന്നിധി ആനന്ദമേ. എന്താനന്ദം സിയോൻ പുരമേ, എന്താനന്ദം സിയോൻ പുരമേ. ആനന്ദമേ പരമാനന്ദമേ, താരന്റെ സന്നിധി ആനന്ദമേ, ഓ താരന്റെ സന്നിധി ആനന്ദമേ. എന്താനന്ദം സിയോൻ പുരമേ, എന്താനന്ദം സിയോൻ പുരമേ. ആനന്ദമേ പരമാനന്ദമേ, താരന്റെ സന്നിധി ആനന്ദമേ, താരന്റെ സന്നിധി ആനന്ദമേ. എന്താനന്ദം സിയോൻ പുരമേ, എന്താനന്ദം സിയോൻ പുരമേ. ആനന്ദമേ പരമാനന്ദമേ, താരന്റെ സന്നിധി ആനന്ദമേ, താരന്റെ
നിധി ആനന്ദമേ എന്താനന്ദം സിയോൻ പുരമേ 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 എന്താനന്ദം സിയോൻ പുരമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. എല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആ കോറസ് ഒന്നുകൂടെ എല്ലാവരും ചേർന്ന് പാടി ദൈവസ്നേഹത്താൽ നിറഞ്ഞ് നമുക്ക് ദൈവത്തിൽ സന്തോഷിക്കാം. ആനന്ദമേ പരമാനന്ദമേ താതന്റെ സന്നിധി ആനന്ദമേ താതന്റെ സന്നിധി ആനന്ദമേ എന്താനന്ദം സിയോൻ പുരമേ എന്താനന്ദം സിയോൻ പുരമേ ആനന്ദമേ പരമാനന്ദമേ താതന്റെ സന്നിധി ആനന്ദമേ താതന്റെ സന്നിധി ആനന്ദമേ എന്താനന്ദം സിയോൻ പുരമേ എന്താനന്ദം സിയോൻ പുരമേ ആനന്ദമേ. എല്ലാവരും ചേർന്ന് പാടുക, കൈയടിച്ച് പാടുക, സന്തോഷിക്കുക. ഹല്ലേലൂയ. താതന്റെ സന്നിധി ആനന്ദമേ എന്താനന്ദം സിയോൻ പുരമേ എന്താനന്ദം സിയോൻ പുരമേ ആനന്ദമേ പരമാനന്ദമേ. ഓ താതന്റെ സന്നിധി ആനന്ദമേ താതന്റെ സന്നിധി ആനന്ദമേ എന്താനന്ദം സിയോൻ പുരമേ എന്താനന്ദം സിയോൻ പുരമേ ആനന്ദമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. താതന്റെ സന്നിധി ജീസസ്. ആനന്ദമേ ആമേൻ. സന്നിധി ഹല്ലേലൂയ ഹല്ലേലൂയ. ആനന്ദം സിയോൻ പുരമേ എന്താനന്ദം സിയോൻ പുരമേ ആനന്ദം സിയോൻ പുരമേ എന്താനന്ദം സിയോൻ പുരമേ എന്താനന്ദം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ ആമേൻ. പുതുക്കി നമുക്ക് മടങ്ങിപ്പോവാം. അതിനായി വീണ്ടും ദൈവകരങ്ങളിൽ നമ്മെ താഴ്ത്തി സമർപ്പിച്ച് വീണ്ടും സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഇത്ര വലിയ രക്ഷയും പദവിയും പ്രത്യാശയും ഇത്ര വലിയ രക്ഷയും പദവിയും പ്രത്യാശയും ഏഴയിൽ പകർന്ന യേശു എത്ര നല്ലവൻ ഏഴയിൽ പകർന്ന യേശു എത്ര നല്ലവൻ ഇത്ര വലിയ എല്ലാവരും ചേർന്ന് പ്രത്യാശയും ഏഴയിൽ പകർന്ന യേശു എത്ര നല്ലവൻ ഏഴയിൽ പകർന്ന യേശു എത്ര നല്ലവൻ. ഓ ഇത്ര വലിയ രക്ഷയും പദവിയും പ്രത്യാശയും ഇത്ര വലിയ രക്ഷയും പദവിയും പ്രത്യാശയും ഏഴയിൽ പകർന്ന യേശു എത്ര നല്ലവൻ ഏഴയിൽ പകർന്ന യേശു എത്ര നല്ലവൻ. ഓ ഇത്ര വലിയ രക്ഷയും പദവിയും പ്രത്യാശയും ഹല്ലേലൂയ ഹല്ലേലൂയ രക്ഷയും ഹല്ലേലൂയ ഹല്ലേലൂയ. ഏഴയിൽ പകർന്ന യേശു എത്ര നല്ലവൻ ഏഴയിൽ പകർന്ന യേശു എത്ര നല്ലവൻ ഇത്ര വലിയ രക്ഷയും പദവിയും പ്രത്യാശയും ഇത്ര വലിയ രക്ഷയും പദവിയും പ്രത്യാശയും ഹല്ലേലൂയ ഹല്ലേലൂയ യേശു എത്ര ഹല്ലേലൂയ ഹല്ലേലൂയ. ഏഴയിൽ പകർന്ന യേശു ആമേൻ ആമേൻ. ഇത്ര വലിയ രക്ഷയും പദവിയും പ്രത്യാശയും വലിയ രക്ഷയും പ്രത്യാശയും ഏഴയിൽ പകർന്ന യേശു ഹല്ലേലൂയ ഹല്ലേലൂയ ഏഴയിൽ ഹല്ലേലൂയ ഹല്ലേലൂയ. ഏഴയിൽ പകർന്ന യേശു എത്ര നല്ലവൻ ഏഴയിൽ പകർന്ന യേശു എത്ര നല്ലവൻ ഏഴയിൽ പകർന്ന യേശു എത്ര നല്ലവൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ 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 ആമേൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് വീണ്ടും നന്ദിയോടെ കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. നമ്മുടെ ഈ പ്രഥമ രാത്രി യോഗത്തെ കർത്താവ് നടത്തി അനുഗ്രഹിച്ചതിനാൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഈ രാത്രികാലം കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യാം. പുതിയ ആത്മാക്കൾക്കായി സ്തോത്രം ചെയ്യാം. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യാം. പ്രത്യാശയുടെ പാട്ടുകൾ പാടി പ്രത്യാശയെ പുതുക്കുവാൻ ആത്മാവിൽ സന്തോഷിപ്പാൻ ആത്മീയ അനുഗ്രഹം പ്രാപിപ്പാൻ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യാം.
സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നല്ല ഒരു സാക്ഷ്യം നമ്മെ കേൾപ്പിച്ചതിനായി സ്തോത്രം ചെയ്യാം. തിരുവനത്തിലെ ആഴമേറിയ സത്യങ്ങളെ ഈ രാത്രികാലം നമ്മെ കേൾപ്പിച്ചുള്ളതിനായി സ്തോത്രം ചെയ്യാം. അരുളി ചെയ്തവനെ നിരസിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ എന്ന വചനത്തെ ആസ്പദമാക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ദാസനിൽ കൂടെ ഈ രാത്രികാലം നമ്മോട് ശക്തമായി വ്യക്തമായി സംസാരിച്ചതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവത്തിന്റെ നേട്ടങ്ങളെയും വിധികളെയും അനുസരിക്കാതിരുന്നാൽ അവർ ശവിക്കപ്പെട്ടവരാകും എന്നുള്ള വചനത്തെ ഓർപ്പിച്ചുണർത്തിയതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഈ വലിയൊരു രക്ഷയെ ദൈവം നമുക്ക് ദാനമായി നൽകിയതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഇന്ന് രാത്രികാലം ദൈവം കേട്ട ആരെങ്കിലും ഈ രക്ഷാദാനം പ്രാപിക്കാത്തുണ്ടെങ്കിൽ അവരെയും കർത്താവ് രക്ഷിച്ച് ദൈവരാജ്യത്തിന് അവകാശികളാക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. വചനം കേട്ട് മറക്കുന്നവരായിട്ടില്ല. ഈ വചനം വെച്ച് ന്യായം വിധിക്കുന്ന ഒരു ന്യായവിധി ദിവസമുണ്ട്. ആ ദിവസങ്ങളിൽ ധൈര്യത്തോടെ നിൽക്കണമെങ്കിൽ വചനത്തെ പൂർണ്ണമായി അനുസരിച്ച് പ്രകാരം ജീവിപ്പാൻ അനേകരുടെ ജീവിതത്തിൽ ദൈവം ഇടയാക്കട്ടെ. അതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. മറ്റ് ഒരുത്തനും രക്ഷയില്ല എന്ന് നമ്മെ ഓർപ്പിച്ചുവല്ലോ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു വ്യക്തിയുടെ രക്ഷിപ്പിന് വേണ്ടി മാത്രമേ, മുഴുവൻ സ്വർഗത്തിന്റെയും രക്ഷിപ്പിന് വേണ്ടിയാണല്ലോ കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നത്. ഒരു മനുഷ്യന്റെ പാപത്തെ പോക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു അല്ലാതെ ലോകത്തിൽ ഒരു മനുഷ്യനും സാധ്യമല്ല എന്ന് തിരുവെഴുത്ത് നമ്മെ ഓർപ്പിക്കുന്നു. അതുകൊണ്ടാണ് ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസിയും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം. ഈ സത്യവചനത്തെ അനുസരിപ്പാൻ അനേകരുടെ ജീവിതത്തിൽ ദൈവം ഇടയാക്കണം. അതിനാചരണം വീണ്ടും സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ദൈവം ഘോഷിപ്പാനായി ദൈവദാസനെയും ദൈവം കരുണെടുത്ത് ഉപയോഗിച്ചതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഇനിയും അനേകർക്ക് അനുഗ്രഹമായി കാണപ്പെടുവാൻ സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രതിയും നമുക്ക് അനുകൂലമാക്കി തന്നതിനാൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ മീറ്റിംഗ് മുഖാന്തരമായി ഈ രജിസ്റ്ററിയും അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. ചുറ്റുപാടുള്ള ഭവനങ്ങളെല്ലാം അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവനും കേട്ടവർ പ്രകാരം ജീവിച്ച് തിരുസനിൽ കാണപ്പെടുവാൻ എല്ലാവരെയും കർത്താവ് യോഗ്യരാക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. എല്ലാവരുടെയും മടക്കിയ യാത്രയിൽ കർത്താവുടെ സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പുത്രനായ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പരിശുദ്ധാത്മാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ കർത്താവ് വേഗം വരുന്നതിനായി സ്തോത്രം ചെയ്യാം. വരവിനായി നമ്മെ എല്ലാവർക്കുമായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. സ്നേഹമേറിയ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട രാത്രിവേളയ്ക്കായി വീണ്ടും ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. പ്രിയ പിതാവേ, ഈ ദേശത്തെ സ്നേഹിച്ച് വേലയെ സ്നേഹിച്ച് ഈ പ്രാവശ്യം ഇങ്ങനെ ഒരു സുവിശേഷ യോഗം ഇവിടെ നടത്തപ്പെടുവാൻ തക്കവണ്ണം ദൈവം പ്രസാദിച്ചതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, പ്രാരംഭ ദിവസത്തിൽ തന്നെ ദൈവമഹിമയോടെ തേജസ്സോട് ഞങ്ങളുടെ മധ്യയെ കടന്നു വന്ന് ഈ യോഗത്തെ അനുഗ്രഹിച്ച് നടത്തിയതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. തിരുസന്നിധിയിൽ കടന്നു വന്ന സമയം മുതൽ ഇതുവരെയും ദൈവത്തിൻ്റെ സാന്നിധ്യം ആത്മാവിൽ അനുഭവിക്കുവാൻ, ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കുവാൻ ഇടയാക്കിയതിനായി സ്തോത്രം. ആത്മാവിൽ പാടി ഞങ്ങളുടെ പ്രത്യാശയെ പുതുക്കുവാൻ, ദൈവസ്നേഹത്താൽ നിറയപ്പെടുവാൻ ഇടയാക്കിയതിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഭവമുള്ളൊരു സാക്ഷി രാത്രി എഴുന്നേൽപ്പിച്ചതിനായി സ്തോത്രം. അത് അനേകരുടെ ആത്മീയ ജീവിതത്തിന് അനുഗ്രഹമാക്കിയതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, ഇന്ന് രാത്രിയിൽ അവിടെ ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തുതിക്കുന്നു. അരുളി ചെയ്തവനെ നിരസിക്കാതിരിക്കുവാൻ നോക്കുവിൻ. ഭൂമിയിൽ അരുളി ചെയ്തവനെ നിരസിച്ചവർ തെറ്റി ഒഴിയാതിരുന്നുവെങ്കിൽ സ്വർഗത്തിൽ നിന്ന് അരുളി ചെയ്തവനെ നാം വിട്ടുമാറിയാൽ എത്രയധികം എന്നുള്ള തിരുവചനത്തെ ആസ്പദമാക്കി നീ ഞങ്ങളുടെ ഹൃദയമായി ഇടപെട്ടുകൊണ്ടിരുന്നതിനായി സ്തുതിക്കുന്നു. കർത്താവേ, തിരുവചനത്തിൽ കൂടെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള മുന്നറിയിപ്പ്
മുന്നറിയിപ്പുകളെ അഗണ്യമായി വിചാരിക്കാതെ കർത്താവേ സ്തോത്രം, ഓരോ നിമിഷവും ഓരോ ദിവസവും കർത്താവേ സ്തോത്രം തിരുവചനത്തിലെ മുന്നറിയിപ്പുകളെ അതേ വിചാരിച്ചുകൊണ്ട് അത് ഓർത്തുകൊണ്ട് അതിനേറ്റ നിലയിൽ ഞങ്ങളുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുവാൻ ഇവിടുന്ന് സഹായിക്കണമേ. കർത്താവെ ഞങ്ങൾക്ക് വന്നിരിക്കുന്ന ഈ വലിയ രക്ഷയ്ക്കായി ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. കർത്താവെ സ്തോത്രം, അനേകർക്ക് ലഭിക്കാത്തതായ ഇത്ര വലിയ രക്ഷയെ ഞങ്ങൾ ദാനമായി ഞങ്ങൾ പ്രാപിച്ചിരിക്കുന്നതിനായി ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി തിരുവചനം കേട്ട ആരെങ്കിലും ഈ രക്ഷയെ പ്രാപിക്കാത്തവരുണ്ടെങ്കിൽ കർത്താവ് ഈ വലിയ രക്ഷയെ പ്രാപിക്കുവാൻ അവരെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഈ രക്ഷയെ അഗണ്യമായി വിചാരിച്ചുകൊണ്ട് ആരെങ്കിലും മുൻപോട്ട് പോകുന്നുവെങ്കിൽ ഇന്ന് രാത്രി ശ്രമിച്ചതായ ദൈവത്തിൻ്റെ വചനങ്ങൾ അവരുടെ ഹൃദയത്തിൽ പരിവർത്തിച്ചു കൊണ്ടിരിക്കേണ്ടതിനായി ഞങ്ങൾ ഇവിടുത്തെയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാനുള്ളതായ ആ വിലയേറിയ വാഗ്ദത്തങ്ങൾക്ക് തന്നിരിക്കുന്നതിനാൽ കർത്താവെ, ജീവിതം സമാധാനത്തിലും സ്വസ്ഥതയിലും നയിക്കുവാൻ ആവശ്യമായ കൃപ എല്ലാവർക്കും തുടർന്നും നൽകുമാറാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ ക്രൂശിൽ തിരിഞ്ഞ രക്തം കൊണ്ട് ഞങ്ങൾക്ക് വന്നിരിക്കുന്ന വലിയ സമാധാനത്തിനായി സ്തോത്രം. ആ സമാധാനത്തിൽ ദിനതോറും ജീവിപ്പാൻ അവിടുന്ന് സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ചുകൊണ്ട് ദൈവ സമാധാനത്തിൽ തുടർന്നും കാണപ്പെടുവാൻ എല്ലാവർക്കും അവിടുന്ന് സഹായിക്കണമേ. പരിശുദ്ധാത്മ നിറവനുഭവിച്ച് ആ ദൈവിക സമാധാനത്തിൽ ജീവിപ്പാൻ സഹായിക്കണമേ. കർത്താവേ സ്തോത്രം, അപ്പോസ്തലന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തതായ ആ ദൈവിക സത്യങ്ങളെ, ആ പഴയ പാതകളെ തിരഞ്ഞെടുത്തുകൊണ്ട് അതിൽ നടന്നുകൊണ്ട് കർത്താവെ സമാധാനത്തോടും സ്വസ്ഥതയോടും ജീവിപ്പാൻ തക്കവണ്ണം എല്ലാവർക്കും ഇവിടുന്ന് സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വചനം ശ്രവിച്ച ആരെങ്കിലും കർത്താവെ ഈ വിലയേറിയ ആത്മീയ അനുഭവങ്ങൾ പ്രാപിക്കാത്തവരായിട്ടുണ്ടെങ്കിൽ കർത്താവെ, തങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കാതെ കർത്താവിൻ്റെ വചനത്തിന് മുൻപാകെ തങ്ങളെ തന്നെ താഴ്ത്തുവാനോ ഈ വിലയേറിയ അനുഗ്രഹങ്ങളെ പ്രാപിച്ച് കർത്താവെ സ്തോത്രം ഈ വലിയ രക്ഷയും സമാധാനവും പ്രാപിച്ച് ജീവിതത്തെ മുൻപോട്ട് നയിക്കുവാൻ ഇടയാക്കി തീർക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. വരുവാനുള്ള ന്യായവിധിയിൽ നിന്ന് ഈ ദേശം വിടുവിക്കപ്പെടുവാൻ ഇടയാക്കി തീർക്കണമേ. പാപികൾ രക്ഷിക്കപ്പെടുവാൻ ഇടയാക്കണമേ. രോഗികൾ സൗഖ്യം പ്രാപിക്കുവാൻ ഇടയാക്കണമേ. ആത്മീയമായ വലിയ ഉണർദേശത്തുണ്ടാകുവാൻ ഇടയാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങളുടെ പ്രത്യാശ പുതുക്കുവാൻ ഇടയാക്കിയതിനായി സ്തോത്രം. കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന് ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുള്ളത് ഞങ്ങൾ അറിയുന്നു. ആകയാൽ പ്രത്യാശയോടെ ജീവിച്ച് വരുവാനുള്ള ന്യായവിധിയിൽ നിന്ന് ശിക്ഷാവിധിയിൽ നിന്ന് ഒഴിവുള്ളവരായി കർത്താവെ സ്തോത്രം തീരുവാനും കർത്താവിനോടുകൂടെ നിത്യഭവനത്തിൽ കാണപ്പെടുവാനും എല്ലാവർക്കും ഇവിടുന്ന് സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനങ്ങളെ അറിയിക്കുവാൻ അവിടുത്തെ ദാസനെ ബലപ്പെടുത്തിയതിനായി അധികാരപ്പെടുത്തിയതിനായി സ്തോത്രം. ഇനിയും ധാരാളമായ കൃപ നൽകി അവിടുത്തെ വലിയ നാമത്തെ ഇനിയും മഹത്വപ്പെടുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. തുടർന്നും ദൈവസ്ഥാനത്തെ എല്ലാവരോടും കൊണ്ടുകൊണ്ടായിരിക്കണമേ. വേഗം വരുന്ന കർത്താവിനെ എതിരേൽപ്പാൻ എല്ലാവരെയും ഒരുക്കണമേ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. പ്രാർത്ഥനയുടേതിനാൽ വീണ്ടും ഞാൻ സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എല്ലാവരും നന്ദിയോടെ സ്തോത്രം ചെയ്താട്ട്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മുടെ കർത്താവായ യേശുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നമ്മോടും സകല വിശുദ്ധന്മാരോടും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും കടന്നു പോകുന്ന എല്ലാ ദൈവമക്കളോടും കർത്താവിൻ്റെ ഓരോവരെയും എന്നേക്ക് വിരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.